ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഈ രാത്രിയിൽ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെടുത്ത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. വളരെ പരിചിതമായ തിരുവെടുത്താണ് വായിച്ചത്. നമുക്കെല്ലാം പരിചയപ്പെട്ട വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ സമയം നോക്കുകയായിരുന്നു. അത് അങ്ങനെ ആയിട്ടേക്കുന്നല്ലേ. ആട്ടെ, കൃത്യസമയത്ത് തന്നെ എന്നോട് കർത്തൃദാസൻ സമയം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. കൃത്യസമയത്ത് തന്നെ ശുശ്രൂഷ പര്യവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം ഏറെ സമയം വചനം ധ്യാനിപ്പാൻ അവസരം ദൈവം നമുക്ക് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവെഴുത്തുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിൻ്റെ മഹത്വം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തെപ്പറ്റി ധാരാളം പഠനങ്ങളുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, പഠിച്ച് നിശ്ചയം പ്രാപിച്ചവരുണ്ട്. ഇതിനകത്ത് അത് നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിവുള്ളവരുമുണ്ട്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കാനിരിക്കുകയല്ല, ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. എന്തെങ്കിലും അപാകതയുണ്ടോ, ഉപദേശപ്പശക് വല്ലതും വരുന്നുണ്ടോ, അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. അപ്പോൾ വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ പറയാറുണ്ട്, വെളിപ്പാട് പുസ്തകം ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഈ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവുമായിട്ട് ഒത്തിരി ബന്ധങ്ങൾ. ഉൽപ്പത്തിയിലെ പല കാര്യത്തിൻ്റെ ആരംഭമാണ്, അത് വെളിപ്പാട് പുസ്തകം തരുമ്പോൾ അതിൻ്റെ എല്ലാം അവസാനമാണ്. പാപം ആരംഭിക്കുന്നത് ഉൽപ്പത്തിയിൽ പഠിക്കുന്നു, പാപം മുഴുവനായിട്ട് തുടച്ചു മാറ്റുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് മരണം പ്രവേശിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇനി മരണം ഉണ്ടാകുകയില്ലെന്ന. ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപവും പാപവും പ്രവേശിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇനി ഒരു ശാപവും ഉണ്ടാകത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ണുനീരിന് ആരംഭമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീര് തുടച്ചു മാറ്റും. അങ്ങനെ പലതിൻ്റെ ആരംഭം ഉൽപ്പത്തിയാണെങ്കിൽ അതിൻ്റെ പലതിൻ്റെ അവസാനം വെളിപ്പാട് പുസ്തകമാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ സാധാരണ പറയാറുണ്ട്, വെളിപ്പാട് പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. എന്തുവാ ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം? നിങ്ങൾക്കറിയാം എന്തുവാ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം? സഹോദരിമാർ പറ, നമ്മളൊന്നിച്ചായി ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, സഹോദരിമാർക്ക് ആ മുൻഗണന. അതിൻ്റെ കാരണം പത്രോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബലഹീന പാത്രമാണ്, അതുകൊണ്ട് ബഹുമാനം കൊടുക്കണം. നിങ്ങൾ സമ്മതിക്കുകയല്ല ബലഹീനമാണ്, എന്നാലും വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ബലഹീന പാത്രമെന്ന. അപ്പം നിങ്ങൾക്ക് അങ്ങ് ബഹുമാനം തരിക, ബഹുമാനം കൊടുക്കണമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ മുൻഗണന. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം എന്തുവാ? നിങ്ങൾ സഹോദരിമാർ പറ. പക്ഷേ ഞങ്ങൾ കേൾക്കാൻ വന്നതാ, പറയാൻ വന്നതല്ലെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാലും നമ്മളൊന്നിച്ചാന്നല്ലോ ശുശ്രൂഷിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആട്ടെ, സഹോദരന്മാർ പാസ്റ്റേഴ്സിനെ അറിയാം എന്നെനിക്കറിയാം. സഹോദരന്മാർ പറഞ്ഞു വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം ഞാൻ സന്ദർഭോചിതമായിട്ടൊരു കാര്യം പറയാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്റർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചങ്ങനാശ്ശേരി ഞങ്ങൾക്കൊരച്ചായനുണ്ട്, പാപ്പച്ചായന്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്നപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ കർത്തദാസി
ഇപ്പോൾ ഓർക്കുന്ന അച്ചാർ കൊണ്ട് തന്ന ഒരു കുപ്പി എനിക്ക് തന്നു വീട്ടിൽ കൊണ്ടുപോകാൻ. അപ്പം നല്ലൊരു ഒരു കുപ്പി അച്ചാർ. അപ്പം ഞാൻ ചോദിച്ചു എന്തോ അച്ചാറാണ്? അത് നാരങ്ങ അച്ചാറാന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞൊന്ന് അല്പം ഒന്ന് രുചിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ അല്പം എടുത്ത് രുചിച്ചപ്പോൾ നല്ല രുചി. അപ്പോൾ കർത്തൃദാസി പറഞ്ഞു വേറെ ചിലർക്കുമൊക്കെ കൊടുത്തു, പാസ്റ്റർക്കും വെച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നു. അപ്പം ഞാൻ ചില കാര്യങ്ങളൊക്കെ അടുത്ത് ഇടപെടുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ ചോദിച്ചത് ഇതെങ്ങനെയാണ് ഇത് ചെയ്തത്? നല്ല രുചിയായിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ്? അപ്പം ആ കർത്തൃദാസി കൊണ്ട് പറഞ്ഞു പാസ്റ്റർ ഇതിന് പ്രധാന വിഷയം പ്രധാനമായിട്ട് ചേർക്കേണ്ടത് നല്ല മുളക് പൊടിയും നല്ലെണ്ണയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചായൻ കേട്ടച്ച് പറഞ്ഞു പുള്ളിയുടെ ഭാര്യയോടായതുകൊണ്ടാണ് എടി ഇതിന് ഏറ്റവും പ്രധാന വിഷയം നാരങ്ങയാന്ന് പറഞ്ഞു. നീ മുളക് പൊടിയും എണ്ണയിട്ട് ക്രമീകരിച്ച നാരങ്ങാച്ചാറാകുമോ? ഇല്ല. അപ്പോൾ ഈ നാരങ്ങാച്ചാറിൻ്റെ പ്രധാന വിഷയം നാരങ്ങായ, അതിന് കീഴിലാ ബാക്കി മുളക് പൊടിയും എണ്ണയും മറ്റ് അനുതാരികളല്ല. മനസ്സിലായല്ലോ? അപ്പം വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം ഇനിയും പറ. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് അത്രേ ഉള്ളൂ. വായിച്ചോ, 1-ാം വാക്യം വായിരച്ച അച്ഛനത് മടക്കിയോ? മതി, അത് മതി, അതാ വെളിപ്പാട്, അതാ. അപ്പം വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. പക്ഷേ ഞാനും നിങ്ങളുമെല്ലാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കൊടുക്കുന്നതെല്ലാം വേറെ വിഷയത്തിനാണ്. സമുദ്രത്തിൽ നിന്ന് മൃഗം കയറി വരുന്നു, അത് വിഷയമില്ലെന്നല്ല. സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയെ. അപ്പം വേറെ ആൾക്കാർ പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 144 അതും വിഷയമാണ്, എന്നാലും അതാണ് മെയിൻ വിഷയം അല്ല. അപ്പൊ ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം 2 സാക്ഷികൾ 11 മോശയും ഏലിയാവും എന്ന് പറഞ്ഞു. മോശയും ഹാനോക്ക്, ഏലിയാവും ഹാനോക്കും തർക്കമാ. അപ്പം വേറെ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം 4 സഭ എടുക്കപ്പെടുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് പറഞ്ഞു 4 എടുക്കപ്പെടുകയല്ല, തെളിവുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ നിങ്ങൾക്കറിയാം. മഹാവീടയ്ക്ക് മുൻപ് സഭ എടുക്കപ്പെടുന്നു ഒരു ഗ്രൂപ്പ്, അതാ പ്രധാന വിഷയം. അപ്പൊ ചെല്ലി പറയുന്നത് അങ്ങനല്ല, മഹാവീടയുടെ മധ്യത്തിലാണ് സഭ എടുക്കപ്പെടുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ല, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളങ്ങ് ഇംഗ്ലീഷ് ചിന്തിച്ചു, തെറ്റുന്നില്ലല്ലോ, അതറിഞ്ഞാൽ മതി. അപ്പൊ ചിലർ പറയുന്നത് മഹോദരവം കഴിഞ്ഞ സഭ എടുക്കപ്പെടുന്നത്. നമ്മുടെ ഒരാളോട് ചോദിച്ചു ചേച്ചാ ഈ മഹോദരവം എന്ന് പറഞ്ഞാൽ എന്തുവാ? പുള്ളി പറഞ്ഞു ജോർജ് കുട്ടി, ഉപദ്രവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതാണ് മഹോദരവം. കാരണം നദികളെല്ലാം കൂടെ ഒന്നിച്ചു വന്ന് ചേരുന്നതാണ് മഹാനദി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉപദ്രവങ്ങളെല്ലാം കൂടെ സമയമാകുമ്പം ഒന്നിച്ചു വരുന്നതായി മഹോദരം. ഏതാണ്ട് ശരിയാകാനാ സാധ്യത. അപ്പം എന്തായാലും കൊള്ളാം. അപ്പം ഈ വാനം നടക്കുന്നത് സഭ മഹോദരവത്തിന് മുമ്പ് എടുക്കപ്പെടുന്നു, അതാ പ്രധാന വിഷയമെന്ന. അപ്പം ചെല്ലി പറയുന്നത് അല്ല, സഭ മഹോദരവത്തിൻ്റെ പകുതിക്കാ എടുക്കപ്പെടുന്നത്. അപ്പം ചെല്ലി പറയുന്നതല്ല, ഇതെല്ലാം കഴിഞ്ഞ സഭ എടുക്കപ്പെടുന്നത്. അപ്പം ചെല്ലി പറയുന്നത് മഹോദരവ് എന്ന് പറയുന്നൊരു വിഷയം ഇല്ല, എന്നും ഉപദ്രവം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ, ഇതൊക്കെ പ്രധാന വിഷയമായിട്ടാണ് നമ്മൾ എടുക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതിനെപ്പറ്റി വലിയ തർക്കം നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം നടക്കുന്നു, വാദപ്രതിവാദം നടക്കുന്നു. ഞാൻ ഖണ്ഡനക്കാരെ മിക്കവരെയും എല്ലാവരുടെയും കാര്യമല്ലേ, മിക്കവരെയും ശ്രദ്ധിക്കാറുണ്ട്. ഖണ്ഡനം, വാദം, ഈ വചനത്തിൽ കൂടെ ആ ഖണ്ഡനം തുടങ്ങുന്ന അവസാനം പിന്നെ പറഞ്ഞു വരുമ്പോൾ അവസാനം ഓരോരുത്തരുടെ കുടുംബചരിത്രം എണ്ണും. നിനക്ക് എന്നെ അറിയത്തില്ല, ഞാൻ ആരാണെന്ന് നിനക്ക് സബ്ജക്റ്റ് എന്നതാ, വെളിപ്പാടി സഭ എടുക്കപ്പെടുവോ ഇല്ലയോ എന്ന്. അവസാനം പറഞ്ഞു വന്നപ്പം ഇവൻ്റെ 3 തലമുറ പുറകോട്ടുള്ള ചരിത്രമാണ്. അതും വെളിപ്പാട് പുസ്തകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ടൊക്കെ ആ പൗലോസ് പറഞ്ഞ തർക്കം നമുക്ക് വേണ്ട, അത് ദൈവസഭയ്ക്ക് യോജിച്ചതും അല്ല. പത്രോസ് പറഞ്ഞിരിക്കുന്ന പ്രയോഗം, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും, അതും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. അത് കാര്യം പറഞ്ഞ് ശാന്തമായിട്ട് സൗമ്യമായിട്ട് പറയുക, ഇഷ്ടമുള്ളവരെ അംഗീകരിക്കുക. വെളിപ്പാട് പുസ്തകത്തിലെ പ്രയോഗം അങ്ങനെ ആണെന്നില്ല, കേൾക്കാൻ ചെവിയുള്ളവൻ
ചെവിയില്ലെന്നുള്ളതല്ല, അത് കേട്ട് അനുസരിക്കാൻ മനസ്സുള്ളവരനുസരിക്കേണ്ടതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ മഹത്വം അതാ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഇതാണ് പ്രധാന വിഷയം. അതാ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. കന്യാസൂനുമായി വചനം ജഡമായി അവതരിച്ച് സമയമായപ്പോൾ ക്രിസ്തുവിനെ പ്രസവിച്ച് ക്ഷീരക ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി. ആട്ടിടയന്മാർ വന്ന് കണ്ടു. നമുക്കറിയാം വിദ്വാൻമാർ പിന്നീട് വന്നു. മോശയുടെ പ്രമാണമനുസരിച്ച് കർമ്മങ്ങളൊക്കെ നടത്തി. നമ്മുടെ കർത്താവ് ജീവിച്ച് ചരിച്ച് എന്തിനേറെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തു. തൻ്റെ അടുക്ക വന്ന ആരെയും യേശു വെറുതെ വിട്ടിട്ടില്ല. ഞാനും നിങ്ങളുമൊക്കെ, ഞാൻ ഇതിനെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മൾ ആൾ നോക്കി, തരം നോക്കി, നിലപാട് നോക്കി, സ്റ്റാൻഡേർഡ് നോക്കി, പൊസിഷൻ നോക്കി, സാലറി നോക്കി, ഇവിടെ മനസ്സിലാകാൻ അങ്ങനെ പറഞ്ഞേ, സാലറി നോക്കി, നിറം നോക്കി, കുടുംബമഹിമ നോക്കി, ബന്ധം നോക്കി ഇടപെടുമ്പോൾ നമ്മുടെ കർത്താവ് അങ്ങനെ ഇടപെടുന്നവനല്ല. നിങ്ങൾക്കറിയാം. ഇപ്പം രണ്ടുപേര് തമ്മിൽ കൈ കൊടുക്കണേ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ നോക്കും നമുക്ക് കൈ കൊടുക്കാൻ പറ്റിയ പുള്ളിയുടെ ജോലി, പൊസിഷൻ, സാലറി, വീട്, ചുറ്റുപാട്. നമ്മൾ ചെല്ലി നോക്കിയാൽ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ അടുത്ത്. എനിക്കിവിടുത്തെ സ്ഥലമൊന്നും അറിയാമേ. എന്താ ന്യൂഹൈഡ് പാർക്കോ? ഇരിക്കട്ടെ. വെറും പൊട്ടനാന്ന് ധരിക്കരുത്. അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. അപ്പം ഇന്നെടുത്താ പാർക്കുന്നത്. വീട് ഏതാ? അപ്പം എടുത്തു നോക്കിയപ്പം വലിയ വീട്. അപ്പം പിന്നെ പുള്ളിക്ക് കൈ കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ ചിലരോട് ചോദിക്കും എവിടെയാണ് താമസിക്കുന്നത്? അപ്പാർട്ട്മെൻറ്റില്ല. എന്നാലും ആ മുഖവും രീതിയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ പിറ്റേന്ന് കണ്ടാൽ നമുക്ക് അങ്ങനെ വലിയ താല്പര്യം വരികയല്ല. മറ്റേ പുള്ളിയോട് പിന്നെ താല്പര്യം കൂടുക. പുള്ളി വേണ്ടാന്ന് പറഞ്ഞ് പോയാൽ നമ്മൾ പുറകെ ചെന്ന് താല്പര്യത്തോടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകാഴിയൊന്നുമില്ല. ഞാനൊരു രീതി പറഞ്ഞതാ. മനുഷ്യൻ്റെ എല്ലാം രീതികളതാ, സിംഹമാകും. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനല്ല. സ്തോത്രം. കർത്താവ് അങ്ങനല്ല. ആർക്കും വേണ്ടാത്തവരെ, എല്ലാവരും വെറുത്തവരെ, എല്ലാവരും തള്ളിക്കളയുന്നവരെ, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നവരെ യേശു ചേർത്തണയ്ക്കും. അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങൾക്കൊക്കെ ഈ മാർഗത്തിൽ വരുവാനും നിലനിൽക്കുവാനും ഇന്ന് വരെ ദൈവം കൃപ ചെയ്തത്. ഇന്ന് രാത്രി മനോവേദനയോടെ, ഏകാന്തത, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെടരുത്, ചഞ്ചലിക്കരുത്, തളർന്നു പോകരുത്, തകർന്നു പോകരുത്. നിന്നെ സ്നേഹിക്കുന്ന, ആമനെ രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, ആമനെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്, നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ അടുക്ക വന്ന ആരെയും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനായ യേശു. എനിക്ക് മൈക്ക് സുഖമാകുന്നില്ല, അതെന്തുവാന്ന് എനിക്ക് പറയാൻ അറിയാൻ മേല. ദൈവത്തിൻ്റെ മഹത്വം. ആണോ? എന്നാൽ ഇതിൻ്റെ ആയിരിക്കാം. അതൊന്ന് ഇങ്ങോട്ടൊന്ന് വെച്ചാൽ മണി. ദൈവത്തിൻ്റെ മഹത്വം. അത് ഇങ്ങോട്ടൊന്ന് ചരിച്ചു. അങ്ങനെ ഒന്ന് നോക്ക്. ഇങ്ങോട്ടൊന്നാക്കി വെച്ചു. ദൈവത്തിൻ്റെ മഹത്വം. കുഴപ്പമില്ല, നാളെ നമുക്ക് ശരിയാക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ അടുക്കൽ വന്ന ആരെയും യേശു ഉപേക്ഷിച്ചിട്ടില്ല. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രി മനോഭാരത്തോടെ, ദുഃഖത്തോടെ, അതിവേദനയോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് വെറുതെ അയക്കത്തില്ല. ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അയക്കുന്ന നല്ല കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം
യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാ. ഈ പരുവത്തിന് നിൽക്കട്ടെ, ഇങ്ങനെ നിൽക്കട്ടെ, ഇനി ഒന്നും ചെയ്യരുതേ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, ദൈവത്തിന് മഹത്വം. 1-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അപ്പോൾ ഇന്ന് അല്പം കൂടെ വിശദീകരണം തന്നാൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിക്കുവാൻ അവിടെ നിന്ന് ജീവിച്ച് കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. കൊരിന്ത്യലേഖനം പഠിപ്പിക്കുന്നു, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അപ്പോൾ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അപ്പൊ ഈ സകലത്തെയും ഭരിക്കുവാൻ യേശു ക്രിസ്തു സകലത്തിന്റെയും അധികാരം ഏറ്റെടുക്കുക. അച്ചായ, ഇനി അതിന്റെ ആ 19-ന്റെ 6-ാമത്തെ വാക്യം കൂടെ ഇതിനോട് ചേർത്തൊന്ന് വായിച്ചു. 6-ാം വാക്യം താഴോട്ട്. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇതാ പ്രധാന വിഷയം. യേശു ക്രിസ്തു സ്വർഗമഹിമ വെടിഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു. അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ചീന്തി, അവിടുത്തെ തിരുജീവൻ നമുക്ക് വേണ്ടി തന്ന് അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് പാപത്തെ മോചിച്ച് അവരെ രക്ഷിച്ചു. ആ കർത്താവ് ഇപ്പോൾ സ്വർഗത്ത് ജീവിക്കുന്നു. അധികം താമസിക്കാതെ വന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതിന്റെ മുഴുവൻ രാജ്യത്വം ഏറ്റെടുക്കാൻ പോവാ. അതാ പ്രധാന വിഷയം. ബാക്കി വിഷയമെല്ലാം അതിന്റെ കീഴില്ല. പക്ഷേ ഞാനും നിങ്ങളും പലപ്പോഴും പ്രധാനപ്പെട്ട വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്നതെല്ലാം മറ്റ് വിഷയങ്ങൾക്കാണ്. പ്രധാന വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ആ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ് 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടു. കർത്ത ദിവസത്തിൽ ആത്മവിവശനായി. അപ്പോൾ നീ കാണുന്നതിന് എഴുതി 7 സഭയ്ക്ക് ദൂതറിയിക്കണം. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളധ്വനിയുടെ ശബ്ദം കേട്ടു. എന്നോട് സംസാരിച്ച നാണമെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 13-ാമത്തെ വാക്യത്തിൽ തിരിഞ്ഞപ്പോൾ ആ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, അതായി പുസ്തകത്തിലെ പ്രധാന വിഷയം. ആ 13-ാം വാക്യം മുതൽ വായിച്ചു വെച്ചാൽ, തിരിഞ്ഞപ്പോൾ നല്ല ക്ലിയറായിട്ടും വ്യക്തമായിട്ടും വായിക്കുന്നത്. അഭിനന്ദിക്കുന്നു. എന്നാ ഒരു അപേക്ഷ, ഇച്ചിരി സ്പീഡിൽ വായിക്കണം. ഇങ്ങനെയാണ് നമ്മളിന്ന് 10 മണിയായാലും പോവുകയല്ല. അപ്പം അതുകൊണ്ട് ഒരു ഇച്ചിരി സ്പീഡിലൂടെ വായിച്ചു. നല്ല ക്ലിയറായിട്ടും സ്പഷ്ടമായിട്ടും വായിക്കുന്നത്. അഭിനന്ദിക്കുന്നു. ഇച്ചിരി സ്പീഡിൽ വായിക്കാമോ? തിരിഞ്ഞപ്പോൾ വായിച്ചോ നന്നായിട്ട് വായിക്കുന്നുണ്ട്. അത് ഈ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. തിരിഞ്ഞപ്പോൾ 7 നക്ഷത്രം അലങ്കിൽ പിടിച്ച് 7 പൊൻനിലവിളക്കണ നടുവിൽ നെളിയങ്ക് ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടുവനായി മനുഷ്യപുത്രന്റെ സദൃശനായവനും കണ്ടു. അവൻ തലയും തലമുടിയും പിന്നെ കാൽപാദം എന്ന് പറഞ്ഞാൽ തലമുടി മുതലേ കാൽപാദം വരെയുള്ള അംഗപ്രത്യംഗ വർണ്ണന യോഹന്നാൻ അപ്പോസ്തലൻ ദർശിക്കുക. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാം. നമ്മൾ കാണേണ്ട വെളിപ്പാട് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഞാനൊരു കാര്യം പറയാം. ഈ സാധാരണ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് പലരും കാണുന്നില്ല. കാണുന്നതെല്ലാം വേറെ വെളിപ്പാടാണ്. ഞാനെപ്പോഴും പറയും, പാമ്പ് തറ കൂടിയിരിക്കുന്നു, പരുന്ത് വട്ട വിട്ട് പറക്കുന്നു, വെട്ടുപോത്ത് കുത്താൻ വരുന്നു, ആന ഓടിക്കുന്നു. ചിലരും കാണുന്നതേ. ഞാനിതിന് എതിർക്കുന്നില്ല, കണ്ട കാര്യമായിരിക്കാം. പട്ടി കടിക്കാൻ വരുന്നു, വീടിന് തീ പിടിക്കുന്നതായിട്ട് കണ്ടു, വാഹനാപകടം. അത് ഒന്നും കണ്ടില്ലെന്നല്ല ഈ പറഞ്ഞത്. നമ്മൾ കാണുന്നതെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി കാണുന്നതല്ല.
ദൈവം ചിലരെ കാണിക്കുന്നതിന് ഞാൻ എതിർക്കുകയല്ല. എന്നാൽ ഒരു കാര്യം പറയാം, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ശരിയായിട്ട് കണ്ടതിന് ശേഷം വേറെ എന്ത് കണ്ടാലും നമുക്ക് നിരാശ വരികയല്ല. ക്രിസ്തുവേശുവിന്റെ വെളിപ്പാട് കാണാതെ ബാക്കിയാണ് നമ്മൾ കാണുന്നെങ്കിൽ നമ്മൾ നിരാശാഭരിതരാകും. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിനെ നല്ലതുപോലൊന്ന് ദർശിച്ച് കർത്താവിന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ ഒന്ന് അറിഞ്ഞ് അവിടുത്തെ കാണേണ്ടതുപോലെ ഒന്ന് കണ്ടാൽ പിന്നെ എന്ത് വിഷയങ്ങൾ കണ്ടാലും നിരാശ വരികയില്ല. നമുക്ക് ധൈര്യമായിരിക്കും. നമ്മൾ കാണുന്നതെല്ലാം പ്രശ്നമാണ്. 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്നൊരു മൃഗം വരുന്നത്, അതാ മിക്കവരും കാണുന്നത്. 13-ന്റെ ഒന്ന് വായിച്ചോ. ഒന്ന് മുതൽ വായിച്ചോ. സ്പീഡിൽ ഇതാ പലരും കാണുന്നത്. അത് കാണരുതെന്ന് ഞാൻ പറയത്തില്ല, ഇത് കണ്ടോ. പക്ഷെ 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടേച്ച് വേണം 13 കാണാൻ. നമ്മൾ ആദ്യം 13 കാണുന്നെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം, ഓശിച്ചാൻ യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. 13 കാണുന്നെങ്കിൽ നമ്മൾ മൃഗത്തിന്റെ സ്വഭാവമായിരിക്കും. കാരണം ഒന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. 1-ലെ വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. പക്ഷെ നമ്മൾ കണ്ടത് മുഴുവൻ സമുദ്രത്തിൽ നിന്ന് കയറുന്ന മൃഗം. സ്വഭാവം മൃഗത്തിന്റെ, മയമില്ല, മര്യാദയില്ല, മാനമില്ല, അനുകമ്പയില്ല, ദയയില്ല, കരുണയില്ല, ആർദ്രതയില്ല. നമ്മൾ പിണങ്ങാതിരിക്കാൻ, അല്ല പിണങ്ങിയാലും എനിക്കൊന്നുമില്ല, ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോകും. 2 ദിവസം കഴിഞ്ഞ് പോകും. ഞാൻ എന്നോടല്ല വേറൊരാളോട് ചോദിച്ചു, പുള്ളി പിന്നെയും വന്നോന്ന്. എന്നോടല്ല ചോദിച്ചത്, വേറൊരാളോട് ചോദിച്ചത് ഞാൻ കേട്ടതാ. പുള്ളി പിന്നെയും വന്നോന്ന്. അപ്പം ഞാൻ ചോദിച്ചു, മറുപടി വല്ലതും പറഞ്ഞോ? ഓ, എന്നാ പറയാനാ? ഞാൻ പറഞ്ഞു, അപ്പോൾ ചോദിക്കണ്ടേ? പറഞ്ഞില്ല. എന്നോടായിരുന്നെങ്കിൽ ഞാൻ സൗമ്യമായിട്ട് പറഞ്ഞേനെ, ബഹളം ഉണ്ടാക്കിയല്ലേ. ഞാൻ പണ്ടൊരാളിനോട് ചോദിച്ചു, നീ എങ്ങനെയാ വന്നേ? ഞാൻ അവളെ കെട്ടി വന്നതാ. അവളെങ്ങനെയാണ് ഇവിടെ വന്നേ? അവിടെ ചേടുത്തി കൊണ്ടുവന്നതാ. ചേടുത്തി എങ്ങനെ ഇങ്ങനെ ഇവിടെ വന്നേ? നിങ്ങൾ മിണ്ടുകയല്ല. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. അല്ല, അങ്ങനെ ധാരണയുള്ളവരുണ്ടേ. ആ ധാരണ അങ്ങ് പോട്ടെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം പറയാം, നമ്മൾ കാണുന്നതല്ല ഇങ്ങനത്തെ കാഴ്ചയാണ്. മൃഗത്തിന്റെ സ്വഭാവം, അനുകമ്പയില്ല, കരുണയില്ല, ആർദ്രതയില്ല, ദയയില്ല, മനസ്സലിവില്ല. എന്നാൽ 1-ാം അധ്യായത്തിൽ കാണുന്ന വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. സ്നേഹിക്കുന്നവൻ, കരുതുന്നവൻ, സംരക്ഷിക്കുന്നവൻ, അനുകമ്പയുള്ളവൻ, ദയയുള്ളവൻ, നമ്മളെ തള്ളിക്കളയാത്തവൻ, അവനെ കരുണയോടെ വഴി നടത്തുന്നവൻ. ആ വെളിപ്പാടാണ് നമ്മൾ കാണുന്നെങ്കിൽ പിന്നെ ഏത് വെളിപ്പാട് കണ്ടാലും നിരാശ വരികയില്ല. സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്വഭാവം, യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം, എന്തുവാ ക്രിസ്തുവിൻ്റെ സ്വഭാവം? ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട, നിങ്ങൾക്കെല്ലാം അറിയാം. കർത്താവിൻ്റെ സ്വഭാവം, തന്നെ പിടിക്കാൻ വന്ന ഒരുത്തനെ കൂടെയുള്ള ഒരാൾ വാളുകൊണ്ട് വെട്ടി ചെവി മുറിഞ്ഞ് താഴെ വീണു. കർത്താവ് അന്നേരം തന്നെ അവൻ അങ്ങനെ സംഭവിക്കട്ടെ, മറ്റേ ചെവിയും കൂടെ വെട്ടണമെന്നല്ല പറഞ്ഞത്. കർത്താവ് അന്നേരം ആ ചെവി എടുത്ത്, എൻ്റെ ഭാഷ പറഞ്ഞ ചേർത്ത് വെച്ച് ഒട്ടിച്ചു. അത് റെഡിയായി, അവൻ്റെ വേദന മാറി. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഗതസമനെ വെച്ച് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അവിടത്തെ പറ്റി എഴുതിയിരിക്കുന്നത് പ്രാണവേദനയിലായെന്ന. വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു, പ്രാണവേദനയിലായി. അപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുന്ന് പ്രാണവേദനയോടാണ് നിൽക്കുന്നത്. ആ പ്രാണവേദന സഹിച്ച് നിൽക്കുമ്പോഴും തന്നെ പിടിക്കാൻ വന്ന ശത്രുവിൻ്റെ ചെവി അറുത്ത് താഴെ കിട്ടപ്പോൾ ആ ശത്രുവിൻ്റെ വേദനയ്ക്ക് ശമനം വരുത്തിയവനായ യേശു. ഈ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഉള്ളവരുണ്ട്, തീർത്ത് പറയത്തില്ല, ഉള്ളവരുണ്ട്.
ഈ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുക, നിങ്ങൾ യോജിക്കുമോയെന്ന് അറിയത്തില്ല, ഒത്തിരി ലഘുലേഖ അടിക്കണ്ട. നമ്മളെ കണ്ട് ചിലർ വരും. നമ്മൾ ഈ മൃഗത്തിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് കണ്ടമാനം ലഘുലേഖ അടിക്കുക. തമ്പിയുടെ ഹൃദയം, തകരുന്ന കപ്പൽ, നീ എങ്ങോട്ട്, നിൽക്കൂ, ചിന്തിക്കൂ. ഒരു നിമിഷം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും യേശുവിൻ്റെ ആ ദിവ്യ സ്വഭാവം. അതിലൊരു സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യമാണ് പറഞ്ഞത്. തന്നെ പിടിക്കാൻ വന്ന ശത്രു വേദനപ്പെട്ട് നിൽക്കുമ്പോൾ ആ ശത്രുവിൻ്റെ വേദനയ്ക്ക് ശമനം വരുത്തിയവനായ യേശു. അതാ 1-ാം അധ്യായത്തിലെ വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിപ്പാനും ആദരിക്കുവാനും അവരെ സംരക്ഷിക്കുന്ന യേശു, ആ വെളിപ്പാട്. എന്നാൽ നമ്മൾ കാണുന്ന മുഴുവൻ 13-ാം അധ്യായത്തിലെ വെളിപ്പാടാ. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം. പിന്നെ കാണുന്ന വെളിപ്പാട് 12-ന്റെ 2 വായിച്ചു വച്ചാ. 12-ാം അധ്യായത്തിന്റെ 2. ആ 3-ാം വാക്യം. വേറൊരു വെളിപ്പാട് കാണുക, കാണായി. 7 തലയും 10 കൊമ്പും തീവ്രമുള്ള ഒരു മഹാസർപ്പം. കണ്ടോ? ഒന്ന് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതായത് ഒരു വെളിപ്പാട്. ഇവിടെ വെളിപ്പാട് പുസ്തകം 12-3 വായിക്കുന്നത് തീവ്രമുള്ളൊരു മഹാസർപ്പം. നമ്മൾ കാണുന്നതെല്ലാം സർപ്പത്തെ പറ്റിയും മൃഗത്തെ പറ്റിയാ. അത് കാണുന്ന തെറ്റാണോ കണ്ടത് കുഴപ്പമാണെന്നല്ല ഈ പറഞ്ഞത്, അതൊക്കെ വിഷയങ്ങളാണ്. പക്ഷേ ഒരു കാര്യം പറയുക, യേശു ക്രിസ്തുവിനെ പറ്റി വെളിപ്പാട് കാണുക. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും ആമൻ ആഴമേറിയൊരു വെളിപ്പാട് യേശു ക്രിസ്തുവിനെ പറ്റി. ആ വെളിപ്പാടോടുകൂടി നാം ആയിരിക്കുന്നെങ്കിൽ മറ്റെന്ത് വിഷയങ്ങൾ കണ്ടാലും കേട്ടാലും നമ്മൾ ക്ഷീണിക്കത്തില്ല, തകർന്നു പോകത്തില്ല, തളർന്നു പോകത്തില്ല. കാണേണ്ട വെളിപ്പാട്, അറിയേണ്ട വെളിപ്പാട് യേശു ക്രിസ്തുവിനെ പറ്റി. ഇന്ന് രാത്രി ആ വെളിപ്പാട് പ്രാപിച്ചു വേണം നമുക്ക് ഇവിടുന്ന് തിരിച്ചു മടങ്ങിപ്പോകാൻ. ഞാൻ മുമ്പോട്ട് ഓടിച്ചു പോകാൻ അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഇതിലെ പ്രധാന വിഷയങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. യേശുക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. മാത്രമല്ല കർത്താവ് എല്ലാത്തിനെയും ജയിച്ചിരിക്കുക. ആ 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 3-21 അറിവുള്ള വാക്യമാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അടുത്തത്, ഞാനും ജയിച്ചു. മതി, ഞാനും ജയിച്ചു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ആ യേശുക്രിസ്തുവിന്റെ വിശേഷത എല്ലാത്തിലെയും ജയിച്ചവനാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, ഞാൻ നിങ്ങളെ ആരാധിക്കുന്ന യേശു ക്രിസ്തു, എന്നെയും നിങ്ങളെ രക്ഷിച്ച യേശു ക്രിസ്തു, എന്നെയും നിങ്ങളെ വീണ്ടെടുത്ത യേശു ക്രിസ്തു സകലത്തിലെയും ജയിച്ചവനാ. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവിതത്തിൽ പരാജയത്തിന്റെ പടുകുടിയിൽ ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, വിഷം കടിക്കുന്ന പരിഹാരമല്ല, ജീവിതം അവസാനിപ്പിക്കുന്ന പരിഹാരമല്ല. ജയിച്ച ഒരുവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം അല്ലെങ്കിൽ പിടിച്ച് 7 നിലവിളക്കുള്ള നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന എല്ലാറ്റിനെയും ജയിച്ച യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. നിന്റെ ജീവിതത്തിന്റെ പരാജയത്തെ ജയമാക്കി തരുവാൻ, ജീവിതത്തിന്റെ തകർച്ചകളെ ഇന്ന് രാത്രി ജയമാക്കി തരുവാൻ, ജീവിതത്തിന്റെ പടുകുടിയിൽ തകർച്ചകളുടെ അടിത്തട്ട് കിടക്കുന്ന നിന്നെ ഇന്ന് രാത്രി രക്ഷിച്ച് നിന്റെ സ്ഥിതിക്കും നിലയ്ക്കും മാറ്റം വരുത്തി ഇന്ന് രാത്രി വിടുവിക്കുവാൻ കഴിവുള്ള നസറായൻ ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഇതൊരു കൺവെൻഷനാ, പക്ഷേ ദൈവമക്കളുടെ കൂട്ടായ്മയാ. സ്വോത്രം ചെയ്തും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ ആരാധിച്ചും ഇന്ന് രാത്രി വചനത്തിൽ കൂടിയുള്ള വിടുതൽ ഈ രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ചില ജീവനങ്ങളുടെ തകർച്ച മാറുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ പാളിച്ചകളെ മാറ്റുന്ന രാത്രിയാ. കാരണം മറ്റൊന്നുമല്ല, ജയാളിയായവൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ജയപേരി മുടക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാർത്ത പറഞ്ഞതുപോലെ ഗുരു വന്നിട്ടുണ്ട്. സകലത്തെയും പരിഹരിക്കുന്നവൻ, സകലത്തിലും ജയം തരുവാൻ, സകലത്തിലും ജയിച്ചവൻ. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ആ പറ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനും ജയിച്ചു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു എല്ലാറ്റിനെയും ജയിച്ചവനാ.
പാപത്തെയും ലോകത്തെയും ജഡത്തെയും സർവത്തെയും സാത്താന്റെ സകല അധികാരങ്ങളെ ജയിച്ചവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ പരാജയമോ തകർച്ചകളോ വന്നിട്ടുള്ളവർ നിരാശപ്പെട്ടു പോകരുത്. ജയിച്ച കർത്താവ് ഇന്ന് രാത്രി നിനക്കും ജയം നൽകും. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ പദം സാധാരണ ശവസംസ്കാര വേളകളിൽ പറയുന്നതാണെങ്കിലും സന്ദർഭം വരുന്നത് കൊണ്ടൊന്നും പറയും. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലാന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. കാരണം മുന്നിൽ എഴുതിയിരിക്കുക, ആമേൻ സ്തോത്രം. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. അടുത്ത വാക്യം മനഃപാഠമാ. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നിനക്ക് ജയം തരും. ഇന്ന് രാത്രി നിന്റെ തകർച്ചകളെ യേശു മാറ്റും. ഇന്ന് രാത്രി നിന്റെ പാളിച്ചകളെ യേശു മാറ്റും. ഇന്ന് രാത്രി നിന്റെ നിരാശകളെ യേശു മാറ്റും. ഇന്ന് രാത്രി നിന്റെ ആകുല ചിന്തകൾ യേശു മാറ്റും. ഈ രാത്രി യേശു ജയം തരുന്നവനാ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാനും ജയിച്ചു, യേശു ജയിച്ചു. ഇവിടെ വന്ന സകല ആൾക്കാരും പരാജയപ്പെട്ടാ പോയത്. രാജ്യം വെട്ടിപ്പിടിച്ചവരുണ്ട്, രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിച്ചവരുണ്ട്, ആമൻ മനുഷ്യനെ കൊന്നു മുടിച്ചവരുണ്ട്, ആമൻ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയ വമ്പന്മാരുണ്ട്. പക്ഷെ സകല എണ്ണവും മത നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ പ്രമുഖരുണ്ട്, ആമന് കായബലമുള്ളവരുണ്ട്, കരുത്തന്മാരുണ്ട് എന്ന് വേണ്ട എല്ലാ നിലകളിലും ആമൻ മിടുക്കന്മാരും അതിമിടുക്കന്മാരും വന്ന. പക്ഷേ സകല മിടുക്കന്മാരും അവൻ ഒടുവിൽ പരാജയപ്പെട്ടു. എങ്ങനെ? മരണത്തിന്റെ പിടി വന്നപ്പോൾ, മരണത്തിന്റെ തണുത്ത കരമെന്ന് തപ്പിയപ്പോൾ, മരണത്തിന്റെ തണുത്ത കരമെന്ന് തലോടിയപ്പോൾ, മരണത്തെ ജയിക്കുവാൻ കഴിവില്ല. മരണത്തിന് അടിയറോ പറഞ്ഞു സകലതും പരാജയപ്പെട്ട് മണ്ണോട് മണ്ണായപ്പോൾ മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. അതവിടെ വായിക്കുന്ന ഞാനും ജയിച്ചു, യേശു ജയിച്ചു. അപ്പം ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയങ്ങളിൽ നമ്മുടെ കർത്താവ് എല്ലാത്തിലും ജയിച്ച് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ജയിച്ചവരാണ് നമ്മളും ജയിക്കണം. നമ്മളും ജയിക്കണം. ഇരിപ്പ് കണ്ട എല്ലാവരും ജയിച്ചിരിക്കുന്നത് പോലെ 100 മേടിച്ചിരിക്കുന്ന പരുവത്തിനാണ് എല്ലാവരും. കുഴപ്പമൊന്നുമില്ല. പുസ്തകത്തിൽ വായിക്കുന്ന പട്ടണത്തിൻ്റെ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം ജയിച്ചു, കാളം എന്നാ ധ്വനിക്കാത്ത ആ മൈൻഡിലാണ് ചിലരിക്കുന്നത്. നിങ്ങളങ്ങനെ പറയുന്നില്ലെങ്കിലും ചിലരുടെ മുഖം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഇരിപ്പ് കണ്ടാൽ 100 മേടിച്ചിരിക്കുന്നത് പോലെ ജയിച്ച്. കർത്താവിന് മഹത്വം. എല്ലാത്തിനെയും ജയിച്ചവൻ യേശുവാ. അപ്പോൾ ആ ജയിച്ച യേശു രാജ്യത്തെ ഏറ്റെടുത്തിരിക്കുക, ഭരണം. അപ്പോൾ ആ കർത്താവിനോട് കൂടെ നമ്മളും ആയിരിക്കണം, നാമും ജയിക്കണം. അതിന് വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെ, നിങ്ങൾക്കറിയാം, ജയിച്ചവരെല്ലാം കൂടെ വീണ വീട്ടി പാടുന്നു. ജയിച്ചവർ അണ്ട 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചേ. ഞാൻ അതിലെ സബ്ജക്റ്റ് ഒന്നും പറയുന്നില്ല, ആ വാക്യം ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. 15-2. തെറ്റുന്നില്ല, എന്നാലും വായിച്ചോ. അടുത്തത് ജയിച്ചവര് ദൈവത്തിന്റെ വീണകൾ പിടിച്ച് അപ്പൊ ജയിച്ചവര് അവിടെ എഴുതിക്കുന്നത് ജയിച്ചവരാ. 3-ാം അധ്യായത്തിന്റെ 21 വായിക്കുന്നത് ഞാനും ജയിച്ചു, യേശുക്രിസ്തു എല്ലാത്തിനെയും ജയിച്ചു. ആ കർത്താവിനോടുകൂടെ നിൽക്കേണ്ടവരും നിൽക്കുന്നവരാരെന്ന് ചോദിച്ചാൽ ജയിച്ചവര്. എല്ലാത്തിനെയും ജയിക്കണം. ഒറ്റ വാക്കി പറഞ്ഞാൽ ഭാഗം വേണ്ട. ജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ജയിച്ചവന്റെ കൂടെ നിൽക്കുക. ജയിച്ചവൻ യേശുക്രിസ്തുവാ. കർത്താവിനെ ഉപേക്ഷിച്ചെങ്ങും പോകരുത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ആ ജയിച്ച കർത്താവിനോട് ചേർന്ന് ഞാനും നിങ്ങളും നിന്നാൽ നമുക്കും ജയമാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ജയിച്ചവൻ യേശുക്രിസ്തു മാത്രമാ. പ്രൈസ് ദി ലോർഡ്. കൊല്ലുന്ന മരണത്തിൻ കൊരതര വിഷപ്പല്ലു ആകയാലമേ കൊല്ലും മരണ
പോരതര വിഷപ്പല്ലു തകർത്തതാകയായി ഇനി തല്ലു ഭയമില്ല മൃത്യു വിനെ നമ്മൾ വെല്ലു വിളിക്കുക ഹല്ലേലൂയ ജയം യേശു കർത്താവു ജീവിക്കുന്നു ഹല്ലേലൂയ ജീസസ് ജീവിക്കുന്നു ആമേൻ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കും പരലോകത്തിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു ജീവിക്കുന്നു ഈക ലോകത്തിൽ താനിനി വേഗ വരൂ രാജരാജ ദൈവത്തിന് മഹത്വം കൊടുക്കാം. അത് മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. എന്തുവാ വെളിപ്പാട്? യേശു ക്രിസ്തു സകലത്തെയും ജയിച്ചിരിക്കുന്നു. നാമും ജയിച്ച് അവനോട് കൂടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതാ പ്രധാന വിഷയം. എന്നാൽ ഓരോ അധ്യായത്തിലും പെട്ടെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും വേറെ പഠിതാക്കൾ ഓരോ വിഷയങ്ങളായിട്ട് അപഗ്രഥിച്ച് നമ്മളെ പഠിപ്പിക്കാറുണ്ട്. ഒറ്റവാക്ക് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കറിയാം, ഒന്ന് പഠിച്ചാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2, 3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം സഭ എടുക്കപ്പെടുന്നു, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം ഭൂമിയുടെ, 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു, 7-ാം അധ്യായം മുദ്രിതന്മാരായ 144,000 പേര്, 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയും കാഹളങ്ങൾ വീട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചത് അഴിച്ചുവിടുന്നു. 10-ാം അധ്യായം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം 2 സാക്ഷികൾ വിവാദ അധ്യായങ്ങളാണ്. 12-ാം അധ്യായം മുമ്പ് ഓർപ്പിച്ചല്ലോ സൂര്യധാരണിയായ സ്ത്രീ. 13-ാം അധ്യായം ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായം 144,000 പേര് കുഞ്ഞാടിനോട് കൂടെ സിയോൻ മലയിൽ. 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പലങ്ക നദിയുടെ തീരത്ത് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായം 7 ക്രോധകലശങ്ങൾ കൊണ്ട് ഭൂമിയിലേക്ക് ഒടിക്കുന്നു. 17-ാം അധ്യായം മർമ്മം മഗതിയാം ബാബിലോൺ, ഒറ്റ വാക്ക് പറഞ്ഞ യെതിക്രിസ്തുവിന്റെ മണവാട്ടി. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപ്പതന ഒറ്റ മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. 19-ാം അധ്യായം നമ്മുടെ പ്രത്യാശയ്ക്ക് ഒതുങ്ങുന്ന വലിയ അധ്യായമാണ്. ആമേൻ സ്തോത്രം, കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ പുത്രഋഷിലെയും ഇറങ്ങി വരുന്നു. 22-ാം അധ്യായം ഒറ്റ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ നിത്യതയിൽ പ്രവേശിക്കുക. അപ്പോൾ ഓടിച്ചു പഠിക്കുമ്പോൾ 22 അധ്യായം ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഠിക്കുന്നത്. 1-ാം അധ്യായം ഓർപ്പിച്ചല്ലോ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് നല്ല അന്തരീക്ഷത്തിലല്ല. നമ്മൾ നല്ല അന്തരീക്ഷത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യും. അന്തരീക്ഷമൊക്കെ നല്ല അന്തരീക്ഷമാണെങ്കിൽ ചിലരൊക്കെ വലിയ കുഴപ്പമില്ല. എന്നാൽ ഈ നല്ല അന്തരീക്ഷത്തിലല്ല ഈ വെളിപ്പാട് കാണുന്നത്. ദൈവത്തിന് മഹത്വം. 1-ാം അധ്യായം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തിയെന്ന 1-9 വായിച്ചോ, അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു വിട്ടോ. ഇതെല്ലാം നമുക്ക് അറിവുള്ളതാ. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും ത്യാഗത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം അപ്പോൾ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ 2 കാര്യത്താൽ നാട് കടത്തപ്പെട്ടു. 1 ദൈവവചനം, 2 യേശുവിന്റെ സാക്ഷ്യം നിമിത്തം. ഈ 2 കാര്യത്തിലാണ് നാട് കടത്തപ്പെട്ടത്. വേദ പഠിതാക്കളൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത് തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ടു, കുഴപ്പമൊന്നും വന്നില്ല. ഞാനെപ്പോഴും ആ ഭാഗം പറയുമ്പം ഇങ്ങനെ പറയാറുണ്ട്, യോഹന്നാനൊക്കെ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിച്ച ഇച്ചിരി കാച്ചെണ്ണയ്ക്കകത്ത് കുളിച്ചാൽ കൊള്ളാമെന്ന്. പ്രായമാകുമ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ ഇവിടുത്തെ പ്രായമുള്ളവരുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നാട്ടിലൊക്കെ അങ്ങനെ ഇച്ചിരി കാച്ചെണ്ണയോ കുഴമ്പോ പിണ്ണതൈലമോ
ബലാ കുളിച്ചാതി വെളിച്ചെണ്ണയോ? ഇവിടെ എന്നാന്ന് എനിക്ക് ഇവിടെ ക്രീമൊക്കെ ആയിരിക്കും, എന്തേലും ആട്ടെ. അപ്പം നാട്ടിലെ രീതി വെച്ച് പറയുക, പ്രായമുള്ളവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകും. എന്നാൽ പ്രായമുള്ളവർക്ക് വേറെ ആഗ്രഹങ്ങൾ ഉള്ളവരുമുണ്ട്. ഒരിക്കലൊരു വല്യപ്പം പറയുന്നത് ഞാൻ അടുത്തിരുന്ന് കേട്ടവരും മക്കളോട് പറഞ്ഞ, എനിക്കും വീഗാലാൻഡ് വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന്. ആ ടണലിനകത്തൂടെ കയറി കാച്ചട്ട ഇട്ടോണ്ടേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നാട്ടിലെ കാര്യമാണ് പറഞ്ഞത്. അതിനകത്തോടെ ഒന്ന് കയറി ഇറങ്ങുന്നത്. അങ്ങനെ ആഗ്രഹമുള്ളവരും ഉണ്ട്. ഈ മരിക്കുന്നതിന് മുന്നേ നല്ല ആഗ്രഹങ്ങളുള്ളവരുണ്ട്. ഈ നെല്ലിക്കാമണ്ണിലെ കണ്ടംപേരൂരെ പുന്നക്കാട്ടെ അപ്പച്ചനെ ഞാൻ കഴിഞ്ഞ ദിവസം ഓഡിയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മരിക്കുന്നതിന് മുന്നേ പുള്ളിക്കൊരു ആഗ്രഹം, പിള്ളേരെ വിളിച്ചേച്ച് പറഞ്ഞു, എടാ എനിക്ക് ഒറ്റ ആഗ്രഹം, ഞാൻ ഇനി അധികം നാൾ കാണുകയല്ല, ഒരു ആഗ്രഹം. എന്തോ ആഗ്രഹം? പിള്ളേർ ചോദിച്ചപ്പോൾ പറഞ്ഞു, മുറ്റത്ത് പന്തലിട്ടൊരു 4-5 ദിവസം കൺവെൻഷൻ നടത്തണം. നല്ല ആഗ്രഹമാണ്. ഞാനത് കഴിഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞു. പിള്ളേർ ആദ്യം തമാശ എന്നാ ഓർത്ത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞ വാക്ക് അവർ അംഗീകരിച്ച് മുറ്റത്ത് പന്തലിട്ട് ഏതാണ്ട് 4-5 ദിവസം കൺവെൻഷൻ നടത്തി. അതിൻ്റെ പിറ്റേന്ന് അപ്പച്ചൻ മരിച്ചു. ആ പന്തൽ പൊളിച്ചില്ല, പന്തൽ വെച്ചാ ഫ്യൂണറൽ സർവീസ് എല്ലാം നടന്നത്. നല്ല ആഗ്രഹമല്ലേ? ആരോട് പറയാൻ? അതൊക്കെ നല്ല ആഗ്രഹങ്ങളാണ്, നല്ല ആഗ്രഹമാണ്. അത് ദൈവം സാധിപ്പിച്ചും കൊടുത്തു. ഇസഹാക്കിൻ്റെ ആഗ്രഹം ചാകുന്നതിന് മുന്നേ ഒന്ന് തിന്നേച്ച്, അങ്ങനെ ആഗ്രഹമുള്ളവരുമുണ്ട്. നിൻ്റെ ആയുധമാകുന്ന വില്ലും പൂണിയും എടുത്ത് വനത്തിൽ പോയി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭക്ഷണം ഉണ്ടാക്കി അത് തന്ന് ഞാൻ തിന്ന് നിന്നെ ഒന്ന്. പക്ഷേ തിന്നിട്ടൊന്നും പുള്ളി ഉടനെ ചത്തൊന്നുമില്ല. ഓ ചുമ്മാ പറഞ്ഞതാ ചാകുമെന്ന്. പിന്നെയും പുള്ളി തിന്നാൻ തന്നെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ പുസ്തകം താഴോട്ട് പഠിച്ചു. പറഞ്ഞതങ്ങനെ, എനിക്ക് തിന്നേച്ചൊന്ന്. പിന്നെ നല്ല ആഗ്രഹങ്ങൾ ചിലർക്കുണ്ട്. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകൻ ശലോമോനെ വിളിച്ചു പറഞ്ഞു, മോനെ പിതാക്കന്മാർ പോയ വഴി കൂടെ ഞാൻ പോകാൻ പോവുക, നിനക്കറിയാത്ത 1-2 കാര്യം പറയാം. ആ വാക്യം ഒന്ന് വായിച്ചു വെച്ചാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. അവിടെ ഇല്ലയോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഒന്ന് വായിച്ചേ. ആ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. ആ ഇങ്ങനെ വായിക്കുന്ന ആൾ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായിട്ട്. ഇങ്ങോട്ട് നോക്കിയേ. മരിക്കുന്നതിന് മുന്നേ മകനെ വിളിച്ചേച്ച് പറയാ, ഞാൻ പോകാൻ പോവാന്ന്. ഞാനോ നിങ്ങളാണ് പറയും, എടാ പോകുന്നെന്നാ തോന്നുന്നത്, പക്ഷെ നീ പ്രാർത്ഥിക്കണം പോകാതിരിക്കാൻ. എനിക്ക് തോന്നുന്ന ഞാൻ മിക്കവാറും പോകുന്നെന്നാ, പക്ഷേ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു കാരണവശാലും ഞാനിവിടുന്ന്. ഞാനും നിങ്ങളൊക്കെ പാട്ട് പാടും. ഇപ്പോഴത്തെ പുതിയ പാട്ടല്ലോ, പോകണമൊരു നാൾ. ചുമ്മാ പാടുന്നതാ. ഓ വെറുതെ പാടുന്നതാ തോമാച്ച. ആർക്കാ ഇവിടുന്ന് പോകാൻ താല്പര്യം? ഒരു ചെറിയ ബുദ്ധിമുട്ട് വരട്ടെ, അന്നേരം പറയാം ഇവിടുത്തെ 101 എത്ര ആംബുലൻസ് ഏതാ? 911 നാട്ടിലെയാ 101. നമ്മൾ പാടിയതാ പോകണം. ചുമ്മാ ആർക്കും താല്പര്യമൊന്നുമില്ല. ഇന്നാൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിവുള്ളതാ. അപ്പച്ചൻ കൊച്ചുമോൻ എഴുതി വെച്ച എൻ്റെ കാലശേഷം നിനക്കെന്നാ എഴുതണ്ടേ? അപ്പച്ചൻ എഴുതി നിൻ്റെ കാലശേഷം ഇത് പോകാനൊന്നും താല്പര്യമില്ല. ഇവിടെ ദാവീദ് പറയുകയാ, സകല ഭൂവാസികളും പോയ വഴി കൂടെ ഞാൻ. ഒന്നുകൂടെ വായിച്ചു വച്ചാ. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ഈ മരണകാലത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ഒരു ദിവസം ഞാനും നീയും മരിക്കും. മരണത്തിന്റെ തണുത്ത കരം എന്നെയും നിങ്ങളെയും ഒന്ന് തപ്പും. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയാ, ആമേൻ, മരണത്തിന് മുമ്പേ ചെയ്യേണ്ട, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മരണത്തിന് മുമ്പേ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറേയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം.
മറ്റൊരുത്തനും രക്ഷയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന്, കേൾക്കുന്ന കിടത്തിരുന്ന്. ഞാൻ സാധാരണ ഉപദേശമാര് പറയുന്ന രീതി പറയാറില്ല. കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, അവൻ 2 കയ്യും പൊക്കണ്ട, ഒന്നും വേണ്ട. ഇരിക്കുന്ന നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഉൾപ്പൂവുകളെ നിലവുകളെ ആരാകുന്ന ദൈവമുണ്ട്. ഇരിക്കുന്ന ഇടത്തിരുന്ന് കൈ പൊക്കിയില്ലെങ്കിലും പറ, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എന്റെ യേശുവേ ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിലേക്ക് വരണം. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അവിടുന്ന് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങളും പോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്റെ പാപത്തെ മോചിച്ച് എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. എന്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം. ഈ രാത്രി ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷകനാ, അവിടുന്ന് രക്ഷകനാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. യേശു നിന്നെ കൈവിടുകയല്ല, യേശു നിന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് പറഞ്ഞറിയല്ലോ, അവൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സമയവും സന്ദർഭവും നോക്കുമ്പം മിക്കവരും നമ്മളെ സന്ദർഭം വരുമ്പം നന്നായിട്ട് പറഞ്ഞു ഉപേക്ഷിക്കുമോ. നമ്മൾ ആരോടും പിണങ്ങരുത്, കാരണം മനുഷ്യപ്രകൃതി അങ്ങനെ. സ്നേഹിതന്മാരില്ല, അയ്യോബിനെ ദ്വേഷിച്ചു. പ്രാർത്ഥിക്കാൻ വന്നവർ അവസാനം പാര വെച്ചേച്ചാ. അതെ, പാരയാ. പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞാൽ 3 പേരൂടെ അവർ പറഞ്ഞു, നമുക്ക് നമ്മുടെ സഹോദരനെടുക്ക ഒന്ന് പോകാം, ചില പോരാട്ടത്തിൽ കൂടെ പോവുക. അത്തറ്റം പോവുകയും പുള്ളിയുടെ കൂടെ 10 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞാൽ വന്നേ. പക്ഷേ വന്നു വെച്ച് പാര വെച്ചേച്ചാ. ഒരുത്തം വന്ന് ചോദിച്ചു, നേരുള്ളവർ മുടിഞ്ഞു പോയത് എങ്ങനെയാണെന്ന്. എന്ന് പറഞ്ഞാൽ നിനക്ക് നേരില്ലാത്ത കൊണ്ടാ ഇതല്ല, അതാ. അങ്ങനെ ഒരുത്തം വന്ന് ചോദിച്ചു, നിന്റെ പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ കൊച്ചുങ്ങളുടെ പുറത്തോട്ട് പെര വീഴുമായിരുന്നു. പാരയാ. അപ്പം വേറൊരുത്തം വന്ന് ചോദിച്ചു, എന്നെയാ കണ്ടമാനം ചൊറിഞ്ഞിരിക്കുന്നേ, വയ്യല്ലയോ? ഏതാണ്ട് മഹാപാപം ചെയ്തിട്ടുണ്ടല്ലേ ഇത്രയും കണ്ടമാനം. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? നിങ്ങൾക്ക് മനസ്സിലാകണം, അതിനാ. മനസ്സിലായാൽ മതി. ദൈവത്തിന് മഹത്വം. കണ്ടമാനം ചൊറിയുന്നുണ്ടല്ലോ. ഉടനെ ഒരുത്തം വന്ന് വെച്ചു, അമ്മാമ്മയ്ക്കും വലിയ താല്പര്യമില്ലല്ലയോ? അതിനാ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് ഇയാളങ്ങ് ചത്താൽ മതിയായിരുന്നു, എനിക്കെങ്കിലും വൈഫിനും വലിയ താല്പര്യമില്ലല്ലയോ? എങ്ങനെയുണ്ട്? സ്തോത്രം. വഴി നടന്നു പോയവരും പുള്ളിയെ പരിഹസിച്ചു, തെറ്റി ഒഴിഞ്ഞു പോയവരുണ്ട്, അവനും പരിഹസിച്ചു. സ്തോത്രം. ശരീരമെല്ലാം അസ്വസ്ഥതപ്പെട്ടു. ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴും എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യം. എൻ്റെ ശ്വാസം ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പായി. അതിനെപ്പറ്റി ഇത് പഠിച്ച ആൾക്കാർ പറയുന്നത്, ഈ പുറമെയുള്ള പരിക്കളും വ്രണങ്ങൾക്കുപരി ഉള്ളിൻ്റെ ഉള്ളി പരിക്കളും വടുക്കളും ഉണ്ടായി അത് അകത്ത് പൊട്ടി ചീഞ്ഞ് നാറിയിട്ട് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതാ വായിക്കുന്നത്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യമായി. എല്ലാം പ്രതികൂലമാണ്. മനുഷ്യപ്രകൃതി ഇങ്ങനെ, എല്ലാവരും നമ്മളെ കൈവിടും. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് പറഞ്ഞത് എപ്പോഴും ഓർത്തോണം, ഞാനോ ലോകാവസാനത്തോളം. ഇങ്ങനെ നമ്മളെ ദ്വേഷിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ എതിർക്കുകയൊന്നും ചെയ്യരുത്, മറുപടി ഒന്നും പറയരുത്. അവരോട് വൈരാഗ്യം ഒന്നും കാണിക്കരുത്, വൈരാഗ്യം ഒന്നും കാണിക്കരുത്. എൻ്റെ ഭാഷയല്ല, എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നശിക്കാനുമല്ല പ്രാർത്ഥിക്കണ്ടേ, ദൈവം അവരെ നശിപ്പിക്കാതെ നിലനിർത്തണം. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നിന്റെ കർത്താവ് നിന്നെ കൈവിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ കാണും. ആ പഴയ പാട്ട്, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരല്ലേ, എല്ലാവരും പഴയ പാട്ട് അറിയാമല്ലോ, ചേർന്ന് പാടിക്ക്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായി അവൻ ചൊല്ലിട്ടുണ്ട്. അവൻ ഒരു നാളും എന്നെ ഉപേക്ഷിക്ക. ചേർന്ന് പാട്. അവൻ ചൊല്ലിട്ടുണ്ട്
കർത്താവിൻ പിന്നാലെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. ഇവിടെ എല്ലാവരും ഉപേക്ഷിച്ചാലും ത്യജിച്ചാലും വെറുത്താലും ഒറ്റപ്പെടുത്തിയാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. അവിടെ നിന്ന് ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരും. ആസാബിനോട് പറഞ്ഞു, ആസാബ് ഇതെല്ലാം കണ്ട് ആകെ നിരാശപ്പെട്ട് കേട്ടോ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നുക മാത്രമല്ല, അവർക്ക് വേദന ഒട്ടും. പുള്ളിക്ക് എന്നും വേദനയാണ്. പുള്ളി പാട്ട് പാടുന്ന ആളാ, വർഷിപ്പ് ലീഡറാ. എൻ്റെ ഭാഷയിൽ പറയാ, ഈ ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങ് വേദനയാണ്. ഇത് ചുമ്മാ കൈയടിക്കാത്തവനും തോത്രം പറയാത്തവൻ കുത്തിരിക്കുക, അവനൊരു വേദന ഇല്ല. പുള്ളി പാടുന്നതിനനുസരിച്ച് വേദനയാണ്. തന്നെയല്ല, അവരുടെ കണ്ണെല്ലാം പുഷ്ടി കൊണ്ട് പുള്ളിയുടെ കണ്ണേന്ന് മൂക്കലോട്ട് പറയണേ ഓട്ടോ പിടിക്കണം. അതുപോലെ കുഴിഞ്ഞകത്തോട്ടെ. അവർ മറ്റു മർത്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. ഇങ്ങനെല്ലാം പുള്ളി അങ്ങ് കണ്ട ആകെ അങ്ങ് നിരാശയും ഭാരവുമായി. പക്ഷേ ഒടുവിൽ പുള്ളി ദൈവാലയത്തിൽ ചെന്നിട്ട് ചോദിച്ചു, കർത്താവേ അവരുടെ അന്തം, എൻ്റെ ഭാഷ പറഞ്ഞ കർത്താവ് ആസാബിനോട് പറഞ്ഞിട്ട് വിഡി, നിശ്ചയമായിട്ട് ഞാനവരെ വേറൊരു ഭാഗത്തുണ്ട്, പിന്നെ അതിലേ പോയപ്പോൾ കണ്ടില്ലെന്നാ. ദുഷ്ടന്മാർ സ്വദേശി വൃക്ഷം പോലൊക്കെ നിൽക്കുക, പക്ഷെ പിന്നെ അതിലേ പിന്നൊന്ന് പോകണം. അതിലേ നമ്മളൊരു വഴി പോയി അങ്ങ് പോവുക. നാട്ടിലൊരു ഭാഷയുണ്ട്, ഒരു പോക്ക്. എൻ്റെ ഭാഷ ഒരു പോക്ക് പോകരുത്, തിരിച്ചതിലേ ഒന്ന് വരണം. തിരിച്ചു വന്നപ്പം പൊടി പോലും ഇല്ല. ആസാബിനോട് പറഞ്ഞു, നിശ്ചയമായിട്ട് ഞാനവരെ. അന്നേരം പുള്ളി ബലപ്പെട്ടേച്ച് പറഞ്ഞു, അയ്യോ എങ്കിലും എൻ്റെ വലം കൈക്ക് നീയെ പിടിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നിൻ്റെ ആലോചനയാൽ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ ബലപ്പെട്ടോണം. ദൈവാലോചനയാൽ നിന്നെ നടത്തും. അവിടുന്ന് നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുക. ഉപേക്ഷിച്ച് കളയത്തില്ല, തള്ളിക്കളയത്തില്ല. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരുപേക്ഷിച്ചാലും, ആര് ത്യജിച്ചാലും, ആര് വെറുത്താലും ദൈവം നിന്നെ തള്ളിക്കളയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. എല്ലാ നാളും നമ്മുടെ കൂടെയുള്ള കർത്താവ്. അപ്പോൾ ഒരു കാര്യം പറയാം, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഞാനും നിങ്ങളും മരിക്കും. ഇപ്പൊ അനുകൂലമായി നിൽക്കുന്നവരെല്ലാം വിരോധമായെന്നും വരാം. മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഞാനും നിങ്ങളും അല്ല. വേറൊരു കാര്യം, ഞാൻ മരണ വീടുകളിലൊക്കെ എൻ്റെ ഒരു രീതി പറയാം. ഒരു മരണ വീടുണ്ടെങ്കിൽ ഞാൻ കഴിവിൻ്റെ പരമാവധി അവിടെ പോകും. മരണ വീട്ടിൽ എന്നെ വിളിക്കണ്ട. അറിവുള്ള ദൈവമക്കൾ, വിശേഷിച്ച് ദൈവമക്കളാണെങ്കിൽ ഞാൻ പോകും. ദൈവമക്കൾ അല്ലാത്തടത്ത് ഞാൻ പോകും. യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ അനുഭവമുണ്ട്. ഈ സഹോദരന്മാർക്കറിയാം, യാത്ര പോകുമ്പം ഒരു ദുഃഖഭവനം വന്നാൽ ഞാൻ പറയും, വണ്ടി നിർത്തുന്നു, കയറി വെച്ച് വരാം. ആര്, ഹിന്ദുക്കളോ ആരും ആയിക്കോട്ടെ, അതിനെന്നെ മരണം നടന്ന വീടല്ലേ, ഞാൻ പോവും. ചിലർ അങ്ങ് ക്ഷണിക്കണം. എന്നാലും എന്നോട് എന്നാ, നിന്റെ മരണം ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? ഏപ്രിൽ 10 പോകുന്ന വരണേ, അല്ല പോകാൻ താല്പര്യമില്ലല്ലോ. അതൊന്നും നല്ല സ്വഭാവമല്ല. അപ്പോൾ ഞാൻ ചെല്ലും. ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു ദുഃഖഭവനത്തിലോട്ട് പോവുക. രാത്രി ഡെഡ് ബോഡി അവിടെ ഉണ്ട്. അപ്പം പോയി കുറച്ച് നേരം ഇരുന്ന് പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങോട്ട് പോയപ്പം ആ റോഡ് സൈഡിൽ വേറൊരു മരണ വീട്. ഞാൻ പറഞ്ഞു, വണ്ടി നിർത്ത്, നമുക്കൊന്ന് കയറാം. ആരാ എന്നോട് ചോദിച്ചു, ആരാച്ച? എനിക്കും അറിയാമല്ലോ, ഇന്ന് കയറാം. ദുഃഖഭവനമല്ലേ. എനിക്കൊന്ന് രാത്രി 12:30 വേറൊരു കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിയാണ്. വണ്ടി അവിടെ നിർത്തി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, അയ്യോ അവർ വലിയ കാര്യം, അവർ കനാനയക്കാരാ. ചിലർക്ക് എന്നെ മനസ്സിലായി. പെട്ടെന്ന് ക്ഷണിച്ചകത്ത് കൊണ്ടുപോയി അല്പസമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചു. 2 കാര്യം പറഞ്ഞു. അവർക്ക് വലിയ ആശ്വാസമായി. സ്തോത്രം, വലിയ ആശ്വാസം. അതിൽ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, അയ്യോ പാസ്റ്ററെ വന്നത് വളരെ. അപ്പോൾ എന്നോട് കൂടെയുള്ളവർ ചോദിച്ചു, അച്ചാൻ്റെ പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയല്ലയോ പരിചയപ്പെടുന്നത്. അതിന് സഭ നോക്കരുത്. IPC ആണോ, ചർച്ച കോഡാണോ, അസംബ്ലീസ് കോഡാണോ, ഷാരോനാണോ, മാർത്തോമയാണോ, യാക്കോബയാണോ, ഹിന്ദുക്കൾ ഒന്നും നോക്കരുത്. ഒരു ദുഃഖഭവനത്തിൽ പോകണം. അല്ല, പുസ്തകത്തിലെ പ്രമാണവും അതാ. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വാക്യമെല്ലാം അറിയാം, എന്നാൽ പിന്നെ കുഴപ്പമില്ല. ഞാനോർത്ത് അറിയാൻ മേലെങ്കിൽ അതൊന്ന് പറയാമെന്ന് ഓർത്തായിരുന്നു. കടന്നു പോകണം. ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കണം. ഞാൻ പോകും. അപ്പം അതിന് പല കാര്യമുണ്ട്. ഒരു കാര്യം പറയാം, മരിക്കണം. ഞാനെപ്പോഴും പറയും, മരിച്ചില്ലേ പ്രശ്നമാണ്.
ഈ ഇരിക്കുന്നവരെല്ലാം കൂടെ മരിച്ചില്ലെങ്കിലോ? നിങ്ങളുടെ പിള്ളേർ തന്നെ പ്രശ്നം ഉണ്ടാക്കും. പരുവക്കാടായിട്ട് പോകുന്നില്ല. ഞങ്ങൾ ഉപദേശമാർ ചെല്ലുമ്പോൾ പിള്ളേർ നിങ്ങളെയൊക്കെ പറയത്തില്ലെങ്കിലും പറയും, പാസ്റ്റർ ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നോടൊരിക്കൽ ഒരാൾ, സ്ഥലമൊന്നും പറയത്തില്ല, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം, അധികം കഷ്ടപ്പെടാതെ. അപ്പം ഞാൻ അവിടെ വാതൊക്കെ ചെന്നപ്പോഴാണ് സംസാരിച്ച കൂട്ടത്തിലാണ് പറഞ്ഞ്, അപ്പച്ചന് അധികം കഷ്ടപ്പെടാതെ പോകാൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഓർത്ത് വളരെ ക്ഷീണിതനായിട്ട് കിടക്കും. ഞാൻ പറഞ്ഞു, എന്ത് അപ്പച്ചനും ഒന്ന് കാണട്ടെ. ഇല്ല, അപ്പച്ചൻ കടയിൽ പോയിരിക്കുക, ഇപ്പം വരുമെന്ന്. അപ്പം അല്പം നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതല്ല, അല്പം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ കൈനറ്റിക്കേ വരുന്നു സാധനവും മേടിച്ചുകൊണ്ട്. ആ അപ്പച്ചനെ പറ്റിയാ അല്ല, മനുഷ്യൻ്റെ എല്ലാം പ്രകൃതി അങ്ങനെ. ഞാൻ പിന്നൊന്നും മിണ്ടിയില്ല, ആ വിഷയത്തിന് പ്രാർത്ഥിച്ചില്ല. ദൈവത്തിന് മഹത്വം. അല്ല, എല്ലാവരുടെയും ആഗ്രഹം അതാ. നിങ്ങളിലും ചിലപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കും, ദൈവമേ ആരെയും കഷ്ടപ്പെടുത്താതെ. മിക്കവാറും. അപ്പോൾ ഒരു കാര്യം പറയാം, മരിക്കുമെന്നുള്ളത് ഉറപ്പാ. മരിച്ചില്ലേ പ്രശ്നമാ. ഈ ഇരിക്കുന്നവരെല്ലാം മരിച്ചില്ലെങ്കിലോ. പണ്ട് ഞാൻ നാട്ടിൽ പറയും, സ്കൂളിൽ പഠിച്ച ഒരു കവിതയുണ്ട്, നിങ്ങൾ ചിലർ പഠിച്ചു കാണും, കാലനില്ലാത്ത കാലം വരുന്നില്ല. ബേച്ചാന് കവിതകളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, ചൊല്ലി ഞാൻ കേട്ടിട്ടുമുണ്ട്, പഴയ പാട്ടുകളുമൊക്കെ. അപ്പം കാലൻ ഇങ്ങോട്ട് വരാത്ത കൊണ്ട് ഇവിടെ നിന്നും ചാകുന്നില്ല, അത് പ്രശ്നമാ. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ളവർ അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പൻ അവർക്കുണ്ട്. കഞ്ഞിക്കും വകയില്ല. കഞ്ഞിക്ക് വകയില്ല. വീടുകൾ ഓരോയിടത്ത് കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ടുപോരാ. 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ട് അങ്ങ് എത്രമാത്രം 2 തെറ്റ് വിളമ്പുമ്പം എത്തുമല്ല എന്ന് പറഞ്ഞാൽ ചാകാതിരിക്കുന്നതെല്ലാം കഞ്ഞി വിളമ്പുമ്പം വരും, പ്രാർത്ഥനയ്ക്ക് വരികയില്ല. നിങ്ങൾ ചിലർ ശ്രദ്ധിച്ച യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ വരികയില്ല. ആ സമയം വേറൊരു ഫംഗ്ഷൻ വിളിച്ചാൽ എല്ലാവരും വരും. അന്നേരം പ്രായം വിഷയമല്ല, ഭാഷ വിഷയമല്ല. അച്ഛൻ അങ്ങ് തെളിച്ച് പറഞ്ഞല്ലോ, വളരെ അഭിനന്ദിക്കുന്നു. ഞാൻ എങ്ങനെയാ, നാളെ യോഗം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പല പ്രോബ്ലമാണ്. എനിക്ക് പിന്നെ എന്തുവാ കൊണ്ടുവരാൻ ആരും ഇല്ല. പുള്ളി പറഞ്ഞായിരുന്നില്ല, പിള്ളേർ കൂടെ കിടക്കുന്നു, കഥവ് ഊറ്റിയിട്ടിരിക്കുക, എഴുന്നേക്കാൻ ഒഴികഴിവേ. അതേസമയം ഇങ്ങനെയുള്ള വേറെ ചില വിഷയം പറഞ്ഞു, ഒരു വിഷയവും ഇല്ലല്ലോ. കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ടേ. ദൈവത്തിന് മഹത്വം. അപ്പം കഞ്ഞി വിളമ്പുമ്പോൾ എല്ലാവരും വരും. പ്രശ്നമാണ്, മരിച്ചില്ലേ പ്രശ്നമാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മരിക്കുന്നത് നല്ലതാണ്. ഞാൻ മരണവീടുകളിലൊക്കെ പറയും, ഈ മരിക്കുന്നത് നല്ലതാകാനുള്ളതിൻ്റെ ഒരു കാരണം, ഈ മരണവീട്ടിൽ ആ ഉടക്കമുള്ളവരെല്ലാം കൂടെ ഒന്നിക്കുന്നത്. കല്യാണ വീട്ടിൽ അങ്ങനെ അത്ര ഒന്നിച്ചിരിക്കുകയില്ല. നിങ്ങൾ മരണസമയത്ത് അപ്പച്ചൻ മരിച്ച് കിടക്കുക, അല്ലെ അമ്മച്ചി മരിച്ച് കിടക്കുക, ചേട്ടനും അനിയനും അനിയത്തി നാത്തൂനും അല്ലെ കൊച്ചമ്മ, എല്ലാം ഉടക്ക് കേസാണ്. എന്നാലും മരണസമയത്ത് എല്ലാവരും അടുത്തടുത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല എന്നല്ല, നിങ്ങൾ ഇരുന്നിട്ടുണ്ടല്ലോ. ചേട്ടന് കൊടുക്കേണ്ട കൊടുത്തിട്ടില്ല, അനിയന് കൊടുക്കേണ്ടത് വക്കരിച്ചെടുത്തു, പെങ്ങൾക്ക് കൊടുക്കേണ്ട കൊടുത്തില്ല, കള്ളയാധാരം ഉണ്ടാക്കി. അപ്പം ചാകാറായപ്പോൾ കള്ളയൊപ്പ് തള്ളവരിൽ പിടിച്ച് അമുക്കി, കള്ളയൊപ്പ് ആധാരം മോട്ടി കൈക്കലാക്കാൻ വേണ്ടി അപ്പനെയും അമ്മയും കൊണ്ട് വീട്ടിൽ കുറച്ച് നാൾ താമസിപ്പിച്ചു. അപ്പച്ചന് ഹോട്ട്സ് വേണോ, അപ്പച്ചന് നട്ട്സ് വേണോ, അമ്മച്ചിക്ക് ബൂസ്റ്റ് ഇട്ട് തരട്ടെ. തള്ളയോർത്ത് എന്നും ബൂസ്റ്റ് ഇട്ട് കലക്കുവന്ന് ആധാരം എഴുതി കൊടുപ്പം നല്ല കലക്ക് ഇറക്കിയും വിട്ടു. അല്ല, അങ്ങനെയൊക്കെ സൂത്രത്തിൽ ചതിച്ചു വഞ്ചിച്ചു മേടിച്ച് ഒത്തിരി പേര് ഉണ്ട്. ഒത്തിരി പേരുണ്ട്. എനിക്ക് ചിലരെ അറിയാം, പേരൊന്നും പറയുന്നില്ല. സ്വന്തം സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. സഭയുടെ മെയിൻ ആൾക്കാരാ. ഞായറാഴ്ച ആകുമ്പോൾ പ്രബോധനമൊക്കെ ഒന്ന് കാണണം. 3 ബൈബിളുമായിട്ടാണ് വരുന്നത്, NIVയും KJVയും. മറ്റുള്ളവനെ ചതിച്ചും വഞ്ചിച്ചും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. സഹോദരങ്ങളോട് മിണ്ടാത്തവരുണ്ട്, അപ്പനെയും അമ്മയെ അന്വേഷിക്കാത്തവരുണ്ട്. ചേട്ടനോടും ചേട്ടത്തിയോടും അനിയനോടും അനിയത്തോടും മിണ്ടാത്തവരുണ്ട്. പ്രാർത്ഥിക്കുന്നവരാ കൂടുതലും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ മരണസമയത്ത് എല്ലാവരും, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അടുത്തടുത്തായിരിക്കുന്നത്. അതാ ഇരിപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാം ഗബ്രിയേലും മീഖായേലും അദ്രിയേലും ഊറിയേലും എല്ലാം വന്ന വെള്ളസാരിയൊക്കെ കൊടുത്തേ സ്കാഫൊക്കെ ഇട്ടും ഇടയ്ക്ക് കുപ്പിയും വെള്ളവും അങ്ങോട്ട് പിണക്കം വന്നാലും കുപ്പിയും വെള്ളവും
കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് മരണ വീട്ടിലേ ഒക്കുള്ളൂ. അപ്പം മരിക്കുന്നത് നല്ലതാ. ഇനി നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചേ. അബ്രഹാം മരിച്ചു, ഇസഹാക്കും ഇശ്മായേലും കൂടെ ചേർന്ന് അപ്പനെ അടക്കി. രണ്ടും ഉടക്കാ, പക്ഷെ മരിച്ചപ്പോൾ ഒന്നിച്ചു. മരണം നല്ലതാ. ഇശ്മായേലും ഇസഹാക്കും ഒരുത്തൻ അന്നെ കാട്ടുകെടുതയാ, യാതൊരു ബോധമുള്ളവനല്ല. എന്നാലും അപ്പം മരിച്ചപ്പം രണ്ടും കൂടെ ഒന്നിച്ചു. ഇസഹാക്ക് മരിച്ചു, യാക്കോബും ഏശാവും കൂടെ ചേർന്ന് അപ്പനെ അടക്കി. എങ്ങനെയുണ്ട്? ഒരുത്തനെ കൊല്ലാൻ ഒരുത്തൻ കൊടുവാളുമായിട്ട് നിന്നതാ എത്ര കൊല്ലം. പക്ഷെ അപ്പൻ മരിച്ചപ്പോൾ രണ്ടും കൂടെ മരണ വീട്ടിലേ നോക്കൂ. യാക്കോബ് മരിച്ചപ്പോൾ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് അപ്പനെ അടക്കാൻ പോയത്. ഒരുത്തനെ ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് പൊട്ടങ്കണറ്റ് കിട്ടി ഉടുതുണിയും കൂടെ പറിച്ചെടുത്തതാ. നിങ്ങൾ അറിയാമല്ലോ. 20 വെള്ളിക്കാശിന് വിൽക്കുകയും ചെയ്തു. ദ്വേഷിച്ചു, അധികം പകച്ചു. പക്ഷേ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കളെല്ലാം കൂടെ എന്തോ ഒരു ആർഭാടമായിട്ട് അപ്പനെ അടക്കിയത്. പിന്നെ ഭയങ്കര അടക്കമാണ്. അങ്ങനെയുള്ളവരുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല, മരിച്ചു കഴിയുമ്പം ഭയങ്കര. പിന്നെ ഇവിടുത്തെ രീതി എനിക്കറിയത്തില്ല, പറയുകയും വേണ്ട, യോഗം കഴിഞ്ഞു എന്നോട് പറയണ്ട. നാട്ടിലെ രീതി അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയില്ല, അന്വേഷിക്കത്തില്ല. മരിച്ചു കഴിയുമ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഫോട്ടോ ഉള്ള ഭിത്തിയിലും മതിലേലും ടൈവൊക്കെ കെട്ടി. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തോ ഒരു ആർഭാടമാ. കയറുന്നതിൻ്റെ അവിടെ വലിയ പൂവ്, പിന്നെ ചുറ്റോട് ചുറ്റും പൂവ്. ഒരിക്കലൊരു ഡെഡ് ബോഡി കാണാൻ ചെന്നപ്പോൾ ഞാൻ കാലിൻ്റെ എവിടാ ചെന്നത്, തലയാണെന്ന് പറഞ്ഞ്. പൂ കാരണം തല എവിടാ കാലെവിടാന്ന് നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതല്ല. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞ് അച്ഛാ അവിടെ അല്ല ഇവിടെ തലയെന്ന് പറഞ്ഞ്. പിന്നെ തിരിച്ചു കടന്ന് വന്ന തല കണ്ടത് മുഴുവൻ പൂവാ. എടാ, ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും പൂ കൊടുക്കണ്ട, ഒരു പൂ കൊടുത്താൽ പോരെ? ബോധമുള്ളപ്പോഴേ, സുബോധമുള്ളപ്പോൾ ഒരു പൂ കൊണ്ട് കൊടുത്താൽ മതി. അപ്പനത് മണപ്പിക്കും. അത് മകൻ തന്നതാ മകള് തന്നതാ എന്ന് മനസ്സിലാകും. ചത്ത് കിടക്കുമ്പോൾ കടയിൽ കിടക്കുന്ന പൂവെല്ലാം കൂടെ മേടിച്ച് ആർഭാടം കാണിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചോ, ഞാൻ എതിർക്കുന്നുമില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുത്താൽ കുളിച്ച് തോർത്തുക അമ്മയാണ് മാറുമറയ്ക്കോ ഉപയോഗിക്കുകയല്ലേ. മരിച്ചു കഴിയുമ്പോൾ ഉള്ള വിലയേറിയ വസ്ത്രമെല്ലാം കൊണ്ട് കൂടെ കൊണ്ട് അത് എടുക്കാൻ തന്നെ ഒരാൾ ചൊല്ലി പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ അല്ലെ അമ്മച്ചിയുടെ മുകളിൽ ഞാൻ തരുന്ന വസ്ത്രം വേണം. ലാസ്റ്റ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് പോലും കൊണ്ട് കൊടുത്തതല്ല. എല്ലാവരുടെയും കാര്യമല്ല. ചിലരുടെ മുഖത്തിനൊരു മ്ലാനത വരുന്നു, നാളെ വരികയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ശരിക്ക് കേട്ടങ്ങ് പോവും. ജീവിച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യണം. ഞാനധികം ആ ഭാഗം വിവരിക്കുന്നില്ല. ഒരു കാര്യം പറയാം, മരണം നല്ലതാ, മരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം, മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഇന്ന് രാത്രി ആ രക്ഷകൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതാ യേശു ക്രിസ്തുവിൻ്റെ ആ വെളിപ്പാട്. രക്ഷകൻ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു മാത്രം. ഇവിടെ ദാവീദ് പറയുക, സകല ഭൂവാസികളും പോയ വഴി കൂടെ ഞാൻ കടന്നു പോകുന്നു. വായിച്ചു വെച്ചാ പോകുന്നു. അതെല്ലാം മറച്ചോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലല്ലേ നമ്മൾ വായിച്ചത്? ദാവീദിന് മരണകാലം അടുത്ത് വന്നപ്പോൾ അവൻ തന്നെ സകല ഭൂവാസികളുടെ വഴിയായിട്ട് ഞാൻ കടന്നു പോകുന്നു. അടുത്തത്, നീ ധൈര്യം മൂണ്ട് പുരുഷനായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കടന്നു പോകാൻ പോവുക. മരിക്കുന്നതിനെ പറ്റി ഒരു മനസ്സിലായി. ഞാനിങ്ങനെ പറയും, ഭക്തന്മാർക്കെല്ലാം മരണത്തിൻ്റെ മണമടിക്കും. ഡേറ്റും ടൈമും വന്ന് എല്ലാവർക്കും ചിലപ്പോൾ കൃത്യം പറയാൻ ഒത്തൊന്നും വരികയില്ല, എങ്കിലും ഒരു മണമടിക്കും. ആ മണമടിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കോണം. സ്തോത്രം, ക്രമപ്പെടുത്തണം. ഇപ്പോൾ സന്ദർഭം വന്നതുകൊണ്ട് ഞാൻ പറയാൻ, ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഞാൻ സന്ദർഭം വന്നുകൊണ്ട് പറയാം. ഈ കർത്തൃദാസൻ്റെ ഞാൻ ഓർപ്പിച്ചല്ലോ, അമ്മച്ചിയുടെ ഉപ്പാപ്പനാന്നല്ലോ വണ്ടംവേടി യാക്കോച്ചായൻ. ആ കർത്തൃദാസൻ മരിക്കുന്നതിന് മുന്നേ രാവിലെ പിള്ളേരോട് പറഞ്ഞു, ഇന്ന് ഞാൻ പോകുമെന്ന്. ഇന്ന് ഞാൻ പോകും. കുളിച്ച് വസ്ത്രമൊക്കെ മാറി പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് പിള്ളേരെയൊക്കെ വിളിച്ച് പാട്ടുമൊക്കെ പാടി കട്ടിലോട്ട് കയറി കിടന്ന് ജീവൻ പോകുകയായിരുന്നു. നല്ല മരണം. സ്തോത്രം. അത് കേൾക്കുമ്പോഴെങ്കിലും ഒരു സ്തോത്രം പറയുമെന്നാണ് ഞാൻ കരുതിയത്.
കൊച്ചുകുഞ്ഞുപദേശി മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം. സന്ദർഭം എന്തുകൊണ്ട് ഒന്നുകൂടെ പറയും. മരണാസന്നനായിട്ട് ഇങ്ങനെ കിടക്കുക, സന്തത സഹചാരിയായ ഒരു ചാണ്ടിക്കുഞ്ഞുണ്ടായിരുന്നെന്നാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചാണ്ടിക്കുഞ്ഞിനോട് പറഞ്ഞു, ചാണ്ടിക്കുഞ്ഞ് ദൂതന്മാരൊക്കെ അവിടെ നിന്ന് വരുന്നു എന്നെ കൊണ്ടുപോകാനെന്ന്. അടുത്ത് നിന്ന് പുള്ളിയോട് പറഞ്ഞെന്ന്, ദൂതന്മാർ വരുന്നെന്ന് മേളിൽ നിന്ന്. പുള്ളിയോടെല്ലാം നോക്കിയിട്ട് ദൂതനെയൊന്നും കണ്ടില്ല. പുള്ളി ഇത് കണ്ട് കിടക്കുക. അല്പം കഴിഞ്ഞപ്പോൾ കട്ടിലിൽ ഇങ്ങനെ കിടന്ന കൊച്ചുകുഞ്ഞുദേശി ഇങ്ങേ സൈഡിലോട്ട് ചരിഞ്ഞപ്പം ചാണ്ടിക്കുഞ്ഞ് പറഞ്ഞ്, അച്ചായ താഴെ വീഴും. ഇല്ലില്ല, എനിക്ക് തിരിയാൻ മേല, ഇവിടെ കട്ടിലിൻ്റെ ഇടുകയിലെല്ലാം ദൂതന്മാരിരിക്കുന്നെന്ന്. തിയോളജിയന്മാർ കയറി വെട്ടും, അത് നീ വെട്ടിക്കോ, ഞാൻ ആ സംഭവം അങ്ങ് പറയാം. ഈ ഇടുകയിലെല്ലാം ദൂതന്മാരിരിക്കുന്നത് എന്നെ കൊണ്ടുപോകാൻ. കുറച്ച് കഴിഞ്ഞ് പുള്ളി നേരെ നിവർന്ന് കിടന്നു വെച്ച് പറഞ്ഞു, ചാണ്ടിക്കുഞ്ഞ് ദൂതന്മാർ എഴുന്നേറ്റ് ഞാൻ പോകാൻ പോവുകയെന്ന്. അപ്പം പറഞ്ഞു, നിങ്ങളതിൽ പാട്ട് പാടാൻ പറഞ്ഞെന്നാ, പാട്ട് പാടാൻ. അപ്പം കൂടെ നിന്ന തൻ്റെ സന്തത സഹചാരികളെല്ലാം കൂടെ പാട്ട് പാടി, എന്നെ എതിരേൽപ്പാൻ ദൈവദൂതർ വരുന്നെന്ന്. എന്നെ ഏൽപ്പാനായി അത് സങ്കടത്തോടൊന്നും അല്ല പാടണ്ടേ. ഓ, അങ്ങ് മുഖമെല്ലാം വല്ലാതാക്കി. ഇവിടെ ഈ ദൈവദൂതന്മാർ വരുന്നത് സങ്കടത്തോടാണോ പാടുന്നത്? ഞാൻ നിങ്ങളുടെ മുഖം ശ്രദ്ധിച്ചു, എന്നെ അങ്ങനെയാണോ പാടുന്നത്? അല്ല, സന്തോഷത്തോടല്ലേ പാടണ്ടേ? നമ്മളെ എതിരേക്കാൻ ദൈവദൂതന്മാർ വരുന്നെന്ന്. അല്ല, കൊച്ചുകുഞ്ഞുദേശി അങ്ങനെ പാടിയ, അദ്ദേഹത്തിന് വേണ്ടി പാടിയേ. അപ്പം ഇവർ ഈ പാട്ട് പാടിയപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പഴമക്കാർ പറഞ്ഞുള്ള അറിവാന്നേ. അപ്പം അദ്ദേഹം പറഞ്ഞ്, നിർത്ത്, ഞാൻ വേറൊരു പാട്ട് കേൾക്കുന്നെന്ന്. നിങ്ങൾ ഈ പാട്ട് നിർത്ത്, വേറൊരു പാട്ട്. അപ്പം പുള്ളി പറഞ്ഞത്, വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാനക്കരെ, വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാൻ. അപ്പം വേറൊരു പാട്ട് കേൾക്കുന്നെന്ന്. അപ്പം അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ദൂതന്മാർ വരുന്നെന്ന്. നമ്മളെ കൊണ്ടുപോകാൻ ആരാ വരുന്നേ? ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മറ്റേ പുള്ളി വരാനാ സാധ്യത. ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെ വരാതിരിക്കട്ടെ, ദൈവദൂതൻ തന്നെ വരട്ടെ. എന്തായാലും ഒരു കാര്യം പറയാം, എല്ലാവരും ഒരുങ്ങണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ശലോമോൻ അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ അധികം ദീർഘമാക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയാം, ഞാനും നിങ്ങൾ ഒരു ദിവസം ഇവിടം വിട്ടു പോകണം. കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ ചേർത്തുകൊള്ളും. ആ ചേർത്ത് കൊള്ളുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഓർപ്പിച്ചത്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനുശേഷമായിട്ട് അവസരം കിട്ടിയാൽ വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. പോരാ, ആത്മസ്നാനം പ്രാപിച്ച ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. സ്തോത്രം. തിരുമേശ കിടക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, അപ്പോസ്തലിക ഉപദേശത്തിൽ നിലനിൽക്കണം. ഓരോ ദിവസവും ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതായി വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. യേശു ക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. സകലത്തെയും ഭരിക്കുവാൻ, സകലത്തെയും നിയന്ത്രിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാൻ പോകുകയാണ്. അപ്പോൾ ഒന്നാമത്തെയായിട്ടുള്ള വിഷയം യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് കാണുന്നത് യോഹന്നാൻ നല്ല അന്തരീക്ഷത്തിലല്ല, പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടപ്പോഴാണ്. തിളച്ച എണ്ണയ്ക്കകത്തിട്ടു, പക്ഷേ ചത്തില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, കാച്ചെണ്ണ തേക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പ്രാരംഭ സമയത്തൊന്നും കാച്ചെണ്ണയ്ക്കുള്ള കാശ് ഇല്ല. കാരണം അപ്പോസ്തലന്മാരെല്ലാം വളരെ ദാരിദ്ര്യ ദുഃഖത്തിൽ കൂടെ പോയവരാ. കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ച് ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. 2 കൊരിന്ത്യലേഖനം 11 നാടോട്ട് 23 മുതൽ പഠിക്കുമ്പോൾ ഉറക്കകളപ്പ്, പട്ടിണി, പൈതാകം, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, ബുദ്ധിമുട്ടും ഞെരുക്ക്, എന്തെല്ലാം വൈതരണികളാണ്. അപ്പം ഇതിനിടയ്ക്ക് എണ്ണ തേക്കാനോ എണ്ണ മേടിക്കാനുള്ള കാശൊന്നും ഇല്ലെന്നാ എൻ്റെ വാദം. കൊരണ്ടി പോലും ഇല്ലായിരുന്നു. സ്ഥിരവാസം കൂടാതെ, അങ്ങനെ ആ പുസ്തകത്തിൽ വാക്കി സ്ഥിരവാസം. അതാണ് ചെല്ലു പറഞ്ഞു റോമിൽ സിംഹാസനം ഉണ്ടായിരുന്നു, ചെല്ലു പറഞ്ഞു റോമിലല്ല അന്ത്യോക്യയിലാന്ന് പറഞ്ഞു, ചെല്ലു പറഞ്ഞു ഇവിടെ 2 മണിയില്ല കോട്ടയത്ത് ദേവലോകത്താന്ന് പറയുന്നു, നമ്മൾ പറയും കുമ്പനാട്ടാന്ന് പറയുന്നു. കുമ്പനാട്ടുമല്ല, മുളക്കുഴയിലുമല്ല, ദേവലോകത്തുമല്ല, ടെന്നസിയിലുമല്ല, അന്ത്യോക്യയിലുമല്ല, റോമിലുമല്ല. ഒരു കൊരണ്ടി പോലും ഇല്ലായിരുന്നു. ഈ നാഴിക വരെ ഞങ്ങൾ സ്ഥിരവാസം കൂടാതെ ഒന്നുമില്ല. കരം കൊടുക്കാൻ കാശില്ലായിരുന്നല്ലോ. നമ്മളെ സേവിക്കുന്ന കർത്താവ് തന്നെ.
പക്ഷെ ഒരു കാര്യം പറയും, ഇതൊന്നുമില്ലായിരുന്നു, പക്ഷെ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിക്കും. അല്പ കാച്ചെണ്ണ വാങ്ങാൻ കാശില്ലാതെ ഭാരപ്പെട്ടെങ്കിലും ഒരു ചെമ്പ് നിറച്ച് എണ്ണ തിളപ്പിച്ചിട്ടിരിക്കുക, അതിനകത്ത് വറുത്ത് കോരാനായിട്ടെങ്കിലും ഒരു കുഴപ്പവും വന്നില്ല. ആമൻ ശക്തിയുള്ളവനായി പുറത്തു വന്നു. അപ്പം മനസ്സിലായി ഇത് ചാകുന്ന കേസല്ല, അതുകൊണ്ടാണ് ആമൻ നാട് കടത്തിയത്. ആ ഭാഗം അധികം വിവരിക്കുന്നില്ല, ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെയും മറ്റന്നാളുമൊക്കെ ശാന്തമായിട്ട് ചിന്തിക്കാം. ആമൻ നല്ല അന്തരീക്ഷത്തിലല്ല ഇത് കണ്ടത്. വളരെ ശോധനകളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും ഏകാന്തതയും ഒറ്റപ്പെടലുകളും അനുഭവിച്ച സമയത്താണ് യേശു ക്രിസ്തുവിനെ പറ്റി വെളിപ്പാട് കണ്ടത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാട് യേശു ക്രിസ്തുവിനെ പറ്റിയാ. മറ്റൊന്നും കണ്ടില്ലെങ്കിലും കാണേണ്ടത് യേശുവിനെ പറ്റിയാ. ഒരു കാര്യം പറഞ്ഞു നിർത്തുക, പൗലോസ് യേശുവിനെ പറ്റി വെളിപ്പാട് കണ്ടു ഡമസ്കസിന്റെ പടിക്ക് വെച്ച്. നിങ്ങൾക്കറിയാം, നട്ടുച്ച നേരത്തേക്ക് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം. യേശുവിനെ പറ്റി വെളിപ്പാട് കണ്ടു. കാരണം ചോദിച്ചു, നീ ആരാ കർത്താവേ? ഉടനെ മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറയനായ യേശു. അഗ്രിപ്പാവനോട് പ്രതിപാദിക്കുന്ന വേളയിൽ പറയുക, അഗ്രിപ്പാവെ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണി. എന്നിട്ട് വിശദീകരിച്ചു, ഞാൻ യേശുവിനെ കണ്ടെന്ന്. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ പൗലോസ് അക്കാര്യം തെളിയിച്ചു. ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. യേശുവിനെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന മാറ്റം, യേശുവിനെ പറ്റി ഞാൻ കാണേണ്ടത്. കണ്ടപ്പോൾ മാറ്റം. ഞാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, സമയമായതുകൊണ്ട് ബാക്കി നാളെ. യേശുവിനെ കണ്ടു. കണ്ടപ്പോൾ 8-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി വായിക്കേണ്ട 8-ൽ ഈ മാർഗ്ഗക്കാരെ കൊല്ലാൻ നടന്നവനാ. വീട് കയറി ഉപദ്രവിച്ചവരെ കൊന്നുമുടിക്കുവാൻ അവൻ വാശിയോടെ അവൻ നടന്നവൻ. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത അധ്യായത്തിൽ തെളിയിക്കുന്നത്, അവൻ ഡമസ്കസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാള് പാർത്തു. അതാ മാനസാന്തരം. ഈ മാർഗ്ഗക്കാരെ കൊല്ലാൻ നടന്നവൻ യേശുവിനെ കണ്ടപ്പോൾ ഈ മാർഗ്ഗക്കാരുടെ കൂടെ പാർക്കാൻ തുടങ്ങി. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. പ്രാർത്ഥിക്കുന്നവരെ വീട് കയറി ഉപദ്രവിച്ചവനാ. സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം പ്രാർത്ഥിക്കുന്നവരെ. എൻ്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥനക്കാരെ കൊല്ലാൻ നടന്നവനാ. പക്ഷേ ഡമസ്കസ് വെച്ച് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കണ്ടപ്പോൾ അവനെപ്പറ്റി അനന്യാസോട് പറഞ്ഞു, നീ പെട്ടെന്ന് എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ചെല്ലണം. അവിടെ തർസോസുകാരനെ ശൗൽ എന്നൊരു പുരുഷൻ ഇരിപ്പുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നെന്ന്. പ്രാർത്ഥിക്കുന്നവരെ കൊല്ലാൻ നടന്നവനാ. യേശുവിനെ പറ്റി വെളിപ്പാട് കണ്ടപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വെളിപ്പാട് ഇന്ന് രാത്രി കാണണം. ഈ മാർഗ്ഗക്കാരെ കൊല്ലാൻ നടന്നവൻ യേശുവിനെ കണ്ടപ്പോൾ ഈ മാർഗ്ഗക്കാരുടെ കൂടെ പാർത്തു. പ്രാർത്ഥിക്കുന്നവരെ വീട് കയറി ഉപദ്രവിച്ചവൻ ഇപ്പോൾ തന്റെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ വെളിപ്പാട് പ്രാപിക്കണം. യേശുവിനെ പറ്റി മറ്റൊന്നും കണ്ടില്ലെങ്കിലും യേശുവിനെ പറ്റി കാണണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. 9:58 9 നിർത്താൻ ആ കർത്തൃദാസൻ എന്നോട് പറഞ്ഞത്. 2 മിനിറ്റ് മുമ്പ് അങ്ങ് നിർത്തുക. ഒരു പാട്ടിന്റെ ഈരടി പാടി നമുക്കങ്ങ് നിർത്താം. ഇന്ന് രാത്രി യേശുവിനെ പറ്റി കാണട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കൈയടിച്ച് പാടി വേണം ഇന്ന് രാത്രി നമുക്ക് പിരിയുവാൻ. നമ്മൾ കാണേണ്ട വെളിപ്പാട് യേശുവിനെ പറ്റിയാ. യേശുവിനെ പറ്റി ഇന്ന് രാത്രി കർത്താവിനെ പറ്റി ഒന്ന് കണ്ട് അവിടുത്തെ ഒന്ന് അനുഭവിച്ച് നമുക്ക് കടന്നു പോകാം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹിതപ്പെടുത്തിയാട്ടെ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നും എന്നും മതി. ഓ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനവൻ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ കൈയടിച്ച് ആയവൻ ആൽവരി മലമേ കയറി ഉൾമുടി ശിരസ് കൈയടിച്ച് ചേർന്ന് ഓ ആൽവരി മലമേൽ കയറി ഉൾമുടി കൈയടിച്ച് ചേർന്ന് ഓ എന്റെ വേദന സർവവും കൂടാറവ ശൈതൽ കമനവ തിരിമികവൻ അന്നതിനാലെന്റെ കൈയടിച്ച് ചേർന്ന് ജീവൻ അർന്നതിനാലെന്റെ സൂയനിക്കു നല്ല നാദനവൻ. ഓ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസ കൂടാറവ ശൈതൽ കമനവടവല അവൻ മതിയായവൻ രോഗത്തിൽ അയവേ മാരൂ
ശൈതൽ കമനപടമല ദിരിവികമനപടമല വീരപടപടമല ദിരിവികമനപടമല പ്രാതി ഓ മകൾ മേഘസ്തംഭ ഊടാരവ ശൈതൽ കമനപടമല ദിരിവികമനപടമല ഊടാരബന്ധല രഗദല ജലാദല വൈലപ്രബല മകൾ മേഘസ്തംഭ രാത്രി ഓ വീവരപടമല ദിരിവികമനപടമല അന്തൽ കൈടമലപടമല ധീരാരവക്ഷ സൈതൽ ഓ റിവികമനപടമല ധീരവ ശൈതൽ ഉടവടമലപടമല ദിരിവികമനപടമല ചേർന്ന് കൈയടിച്ച് ഓ ആപത്തിൽ രോഗത്തിൽ ൂടാരവ ശൈതൽ കമനപടമല ദിരിവികമനപടമല അന്തരാ ജലാധാര വൈഡപടപടമലമല വീരപടപടമല ആപത്തിൽ ഓ അൻപ്രയാസ അവൻ മതി അയ്യവേ എന്റെ ക്ലേശമല്ല നീങ്ങിപ്പോ കൂടെ ചീടും ഓ എന്റെ ക്ലേശമൽ ൂടാരവ ശൈതൽ കമനപടമല ദിരിവികമനപടമല അന്തൽ കൈടമനപടമല വീരമാനവ ശൈതൽ ഓ അവൻ രാജ ഓ വിമാനവ ശൈതൽ കമനപടമല വീരമനപടമല ദിരിവികമനപടമല അർദ്ധല ജലാധാര വൈഡപടമനപടമല വീരവ ശൈതൽ കമനപടമല ദിരിവികമനപട ദൈവത്തിന് മഹത്വം 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 ഓ വിധികമനപടമല ഇന്ന് രാത്രി പോരുകൾ അടിക്കട്ടെ രോഗാത്മാവ് അടിഞ്ഞു മാറട്ടെ എല്ലാ ബന്ധനങ്ങൾ അടിയട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ തകർച്ചകൾ മാറട്ടെ എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ എല്ലാ പാളിച്ചകൾ മാറിപ്പോകട്ടെ എല്ലാ നിരാശകൾ മാറട്ടെ ശൈതൽ കമനപടമല അന്തരാ ജാല ദലന്തല രഗദല വിരാദല കൂടപടപടമല ദിരിവികമനപടമല വീരവ ശൈതൽ കമനപടമല ദിരിവികമനപടമല അന്തരാജല വൈഡപടപടമല യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ജയം 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 ദൈവത്തിന് മഹത്വം അർദ്ധല ജലകടകലകതന വൈഡപടപടമല വീരവ ശൈതൽ കമനപടമല വീരവക്ഷ ശൈതൽ കമനപടമല വീവാരപടമലപടമല ദിരിവികമനപടമല ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹല്ലേലൂയ